بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. എന്തായാലും ഇൻഷാ അല്ലാഹ് ഇബ്നു റജബ് അൽ ഹംബലിയുടെ കിതാബ് ഇനി ജീവിതത്തിൽ അദ്ദേഹം തൊടില്ല എന്ന് നമുക്കറിയാം. എന്തായാലും നമുക്ക് ഇബ്നു റജബ് അൽ ഹംബലിയുടെ കിതാബിൽ നിന്ന് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. ജാമി ഉലൂമുൽ ഹിക്കം എന്ന് പറയുന്ന കിതാബിൽ വ്യക്തമായി തന്നെ അമലുകൾ രണ്ടായി തിരിക്കുന്നുണ്ട്. അൽ അമാലു ഖിസ്മാനി ഇബാദാത്തുൻ വ മുആമലാത്തുൻ. ഒന്ന് ഇബാദത്തുകളാണ്, മുആമലാത്തുകളാണ്. ഫഅമ്മൽ ഇബാദാത്തു, ശ്രദ്ധിച്ചു കേട്ടോ, ഫഅമ്മൽ ഇബാദാത്തു فما كان منها خارج عن حكم الله ورسوله بالكلية فهو مردود على آمله وعامله يدخل تحت قوله أم لهم شركاء شرعوا لهم من الدين ما لم يعزن به الله. എന്ത് ഇവിടെ ഒരാളുടെ ഇബാദത്തുകൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുക്കുമില്ലെങ്കിൽ ഫഹുവ മർദൂദുൻ അലാ ആമിലിഹി, അത് ആ പ്രവർത്തിച്ചതിൽ നിന്നും എന്താണ്, അത് എതിർക്കപ്പെടേണ്ട, അത് റിജക്റ്റ് ആണ്. എന്നിട്ടോ വആമിലുഹു യദ്ഖുലു തഹ്ത ഖൗലി അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീൻ മാ ലം യഅ്സൻ ബിഹില്ലാ എന്ന് വ്യക്തമായി തന്നെ ഇമാം ഷാതിബി റഹ്മത്തുള്ളാഹി ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബാദത്തുകളൊക്കെ എന്താണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് ചെയ്യേണ്ടത്. ഇനി ഫമൻ തഖറബ ഇലല്ലാഹി ബിഅമലിൻ ലം യജഅലുഹു അല്ലാഹു വറസൂലുഹു ഖുർബതൻ ഇലല്ലാഹ് ഫഅമലുഹു ബാത്തിലുൻ മർദൂദുൻ അലൈഹി. ആരെങ്കിലും എന്താണ് അല്ലാഹു തആലയോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമോ ഖുർബത്തല്ല അഥവാ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഫഅമലുഹു ബാത്തിൽ വ മർദൂദുൻ അലൈഹി, ആ അമല് ബാത്തിലും മർദൂദാണ്. ഇനി എന്റെ ചോദ്യം, നിങ്ങൾ വ്യക്തമായി തന്നെ ഇവിടെ സുന്നത്താന്ന് പറഞ്ഞു അല്ലെ? സുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശറഇന്റെ അടിസ്ഥാനത്തിൽ ചെയ്താൽ കൂലിയുള്ളതും അതുപോലെ തന്നെ ഉപേക്ഷിച്ചാൽ എന്താണ് കൂലി കുറ്റമില്ലാത്തതാണ്. അപ്പൊ ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്ത ആൾക്ക് എന്താണ് കൂലിയുള്ളതും ചെയ്തില്ലെങ്കിൽ എന്തല്ല ഒരു കുറ്റവുമില്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഫിഖഹിന്റെ വീക്ഷണത്തിലൂടെ സുന്നത്ത് എന്ന് പറയുന്നത്. ഇനി എന്റെ ചോദ്യം, ഒരു കാര്യം സുന്നത്ത് അഥവാ കൂലി കിട്ടും എന്ന് പ്രഖ്യാപിക്കുന്നത് ആരാണ് സുന്നത്തായ ഒരു കാര്യം ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ സുന്നത്ത് എന്ന് പറയാൻ അധികാരമുള്ളത് ആർക്കാണ്? അതിന്റെ അധികാരമുള്ളതാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം. വ്യക്തമായി കേട്ടോളും. ആർക്കാണ് ഒരു കാര്യം ചെയ്താൽ കൂലി ഉണ്ട് എന്നുള്ളത് പ്രഖ്യാപിക്കാൻ ആർക്കാണ് ഇവിടെ ദീനുൽ ഇസ്ലാമിൽ അധികാരം? അത് നിങ്ങളെ പണ്ഡിതന്മാർക്ക് അധികാരമുണ്ടോ? അതുപോലെ തന്നെ മറ്റുള്ള അധികാരം, അഥവാ ആർക്കാണ് ഇത് ചെയ്താൽ അധികാരം എന്നുള്ളത് വ്യക്തമായി നിങ്ങൾ തന്നെ പറയണം. രണ്ടാമത് പറയാനുള്ളത്, ഇവിടെ നിങ്ങൾ ഖുർആനിൽ ഈ നബിദിനാഘോഷം കഴിക്കാൻ അസ്ലുണ്ടെങ്കിൽ ആ അസ്ല് വ്യക്തമായി തന്നെ അടിസ്ഥാനമുണ്ടെങ്കിൽ, ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാഘോഷം കഴിക്കാൻ അടിസ്ഥാനമുണ്ടെങ്കിൽ ആ അടിസ്ഥാനം എന്ത് ചെയ്യുക, നിങ്ങൾ പറയുക. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين سيدنا ومولانا محمد وعلى آله وصحبه أجمعين. أما بعد. الله أكبر الله أكبر الله أكبر ولله الحمد. الله أكبر الله أكبر الله أكبر ما شاء الله كان وما لم يشاء لم يكن لا حول ولا قوة إلا بالله العلي العظيم. അപ്പൊ നമ്മുടെ സുഹൈലിക്കാടെ ഒന്നാമത്തെ ചോദ്യം ഇനി ഞാൻ കാണിച്ചു തരാം. ഇനി എങ്ങനെയൊക്കെയാണ് ഈ രൂപം പോകണമെന്നൊക്കെ പഠിച്ചു വെച്ചോളി, കുറച്ച് ടൈം ഉണ്ടല്ല. ഒന്നാമത്തെ ചോദ്യം, ജാമിഉൽ ഉലൂമി വൽ ഹിക്കം എന്ന കിതാബ് എടുത്തിട്ട് അയാൾ ഒരു ഇബാറത്ത് വായിച്ചു. ആ ഇബാറത്തിൽ തന്നെ അയാൾക്കുള്ള മറുപടി ഉണ്ട്. പക്ഷെ പാവത്തിന് തിരിയില്ല. കാരണം മൗലവിമാര് എഴുതി കൊടുക്കുന്ന ചീട്ടും തുറുപ്പ് തുണ്ടുമായിട്ട് വന്ന മറുപടി തിരിയില്ലല്ലോ. അതിൽ തന്നെ ചങ്ങാതി ചിന്തിച്ചു നോക്കൂ. ഫഅമ്മൽ ഇബാദാതു ഫമാ കാന മിൻഹാ ഖാരിജൻ അൻ ഹുക്മില്ലാഹി വറസൂലിഹി ബിൽ കുല്ലിയ. ബിൽ കുല്ലിയ എന്താ? ബിൽ കുല്ലിയുടെ അർത്ഥം നിങ്ങൾക്ക് എന്താ? എന്ത് ഏടുന്നങ്ങൾ വരുന്നത്? എന്തപ്പത് ബിൽ കുല്ലിയുടെ അർത്ഥം എന്താ? فما كان منها خارجا عن حكم الله ورسوله بالكلية فهو مردود على عامله وعامله يدخل تحت قوله تعالى أم لهم شركاء شرعوا لهم من الدين ما لم يأذن به الله فمن تقرب إلى الله بعمل لم يجعله الله ورسوله قربة إلى الله فعمله باطل مردود عليه. ഞങ്ങളെ വിഷയം ആ ഒരു വിഷയം ചോദിച്ചിട്ട് നമ്മൾ ചോദിച്ചത് ഇന്നും അന്തരീക്ഷത്തിൽ കിടക്കണം. ഏത്?
ഇബ്നു ഹജർ എല്ലാരും മനസ്സിലാക്കിക്കോളി, ഇബ്നു റജബുൽ ഹംബലി ഞാൻ തൊട്ടിട്ടില്ല. ഇബ്നു റജബുൽ ഹംബലി എങ്ങനെയുണ്ട്? ഇബ്നു റജബുൽ ഹംബലി ജന്മദിനമായതുകൊണ്ട് സന്തോഷിക്കണമെന്ന് പറഞ്ഞു. ആ പിന്നെ പറയാണ് ജന്മദിനമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞിട്ടില്ല. വിവരക്കേടിന്റെ ഇത് നീളം നോക്കണം നിങ്ങൾ. ജന്മദിനമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ അവരെ നേതാവ് തന്നെ മുബാറക് ഫൂരിയുടെ ജന്മദിനം എന്ന് പറഞ്ഞ റബീഉൽ അവ്വലാണ് ഇത്തിഫാഖ് പറയുകയും ചെയ്തു. അതോടെ മുണ്ടണില്ല. അപ്പൊ പറയും ഇബ്നു റജബുൽ ഹംബലി വാക്ക് മിണ്ടുന്നില്ല. പോട്ടെ, നിങ്ങൾ പച്ചക്കള്ളമേ പറയുള്ളൂ എന്നും ഞങ്ങൾക്ക് പണ്ട് അറിയുന്നതല്ലേ. പിന്നെ ഇബ്നു ഹജർ അസ്കലാനി തൊട്ടിട്ടില്ല, പിന്നെയോ സുയൂത്തി ഇമാമിനെ തൊട്ടിട്ടില്ല, ആരെയും തൊട്ടിട്ടില്ല. പിന്നെ അവരിപ്പോ വലിയൊരു ചോദ്യം ചോദിക്കാണ്. പിന്നെ നമ്മുടെ ഇബ്നുൽ ഹാജർ റളിയല്ലാഹു അൻഹുവിന്റെ അൽ മദ്ഖൽ എന്ന കിതാബ്, ആ അൽ മദ്ഖൽ എന്ന കിതാബിൽ ശരിക്ക് വിലക്കപ്പെടുന്ന ബിദ്അത്ത് ഏതാണ്? അയാൾ പറഞ്ഞ ബിദ്അത്താണ് ചങ്ങാതി. ആ ബിദ്അത്ത് നിങ്ങൾ ബിസ്സമാഇന്റെ അർത്ഥം നിങ്ങൾ എന്താ വെക്കാതെ പോയത്? നിങ്ങളൊക്കെ മൂടി വെച്ചിട്ട് പോയതല്ലേ? എന്താ നിങ്ങൾ വെക്കാതെ പോയത്? എന്താ ഈ ബിദ്അത്ത് എന്ന് പറഞ്ഞാല്? എന്താണ് ഈ ഖൗമിന് ബിദ്അത്തും ഒക്കെ വിലക്കപ്പെടേണ്ടതാണോ? അങ്ങനെയാണെങ്കിൽ തറാവീഹിന് ജമാഅത്ത് നിങ്ങൾ വിലക്കുമോ? ഏതായിരുന്നാലും ഞാൻ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് കടക്കുകയാണ്. ആരാണ് ഒരു കാര്യത്തെ സുന്നത്താക്കേണ്ടത്? സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ പുണ്യമുള്ളതും ഉപേക്ഷിച്ചാൽ തെറ്റില്ല, കുഴപ്പമില്ലാത്ത ഒരു കാര്യത്തിനാണല്ലോ സുന്നത്ത് എന്ന് പറയുക. അപ്പൊ ആരാണ് സുന്നത്താക്കേണ്ടത്? മറുപടി കേട്ടോ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തന്റെ സ്വഹാബാക്കളുമാണ്. തന്റെ സ്വഹാബാക്കളും അതുപോലെ ഖുലഫാഉ റാഷിദീങ്ങളായ സ്വഹാബാക്കളും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമാണ് ഒരു കാര്യത്തെ സുന്നത്താക്കേണ്ടത്. അപ്പോ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതൊരു പഠിച്ചു വെച്ചോളി. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ജംഉൽ ജവാമിഇലും അതുപോലെ ഉസൂലിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക്, നബി തങ്ങളുടെ പ്രവൃത്തി, നബി തങ്ങളുടെ മൗനാനുവാദം, അതൊക്കെ സുന്നത്താണ്. ഒന്നാമത്തതിന് മറുപടിയായ 1/1 അങ്ങനെ പോട്ടെ. ഒന്നാമത്തതിന് മറുപടി, ഈ ലോകത്ത് സുന്നത്ത് നടപ്പിൽ വരുത്തേണ്ടത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്താണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ? നബി തങ്ങളുടെ വാക്ക്, പ്രവർത്തനം, മൗനാനുവാദം, ഇതിലൂടെയുള്ളതാണ് സുന്നത്ത് എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഖുലഫാഉ റാഷിദീങ്ങളുടേതും സുന്നത്ത് തന്നെയാണ്, പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ടോ? പിന്നെയോ നിങ്ങളെ ചോദ്യം എങ്ങോട്ടാണെന്നൊക്കെ നമുക്കറിയാം. നിങ്ങൾ ചോദിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടുമുള്ളത്. അപ്പൊ മാന്യ ശ്രോതാക്കളോട് പറയാനുള്ളത്, നാം ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒറ്റ ഒന്നിന് ഉത്തരം നൽകിയിട്ടില്ല. നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിന് ചോദിച്ചത് 4 ഇമാമിങ്ങളെ പേരാ. 35-40 ഇമാമിങ്ങളുണ്ട്. അതൊന്നും ഇട്ടില്ല. ഒരു 4 ഇമാമിങ്ങളെ പേരും അവരുടെ കിതാബും എടുത്ത് ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് മോണ്ടണില്ല. ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഈ സെക്കൻഡ് വരെ മിണ്ടിയിട്ടില്ല. ഇലാ യൗമിൽ ഖിയാമ മിണ്ടാൻ പറ്റൂല. കാരണം അസ്കലാനി ഇമാമു സുന്നത്തുന്ന് എഴുതി വെച്ച് നിങ്ങൾക്കറിയാം, സുയൂത്തി ഇമാമു സുന്നത്തുന്ന് ചെയ്തി നിങ്ങൾക്കറിയാം. എന്താ സുഹൈലെ? അഖിലാട് സംവാദത്തിൽ അൽ ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി എന്ന് പലതവണ പറഞ്ഞ നിങ്ങൾക്ക് ഇപ്പൊ എന്താ അസ്കലാനി ഇമാമിനെ തൊടാൻ ഇത്ര പേടി? എന്താ അസ്കലാനിയെ തള്ളിയോ? അസ്കലാനി സുന്നത്ത് എന്നല്ല പറഞ്ഞത്. ഇനി വരട്ടെ അടുത്ത ചോദ്യം. അൽഹംദുലില്ലാഹ്, ഈ സഖാഫികൾക്ക് ബാലപാഠം പോലും അറിയില്ല എന്നുള്ളത് ഇവിടെ മനസ്സിലായി. ഉസൂലുൽ ഫിഖ്ഹിന്റെ വീക്ഷണത്തിൽ നിന്ന് പോലും ഞാൻ പറഞ്ഞു, എന്താണ് ഉസൂൽ ഫിഖ്ഹിന്റെ സുന്നത്തായ വീക്ഷണം? അഥവാ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ കൂലിയുള്ളതും അത് ചെയ്തില്ലെങ്കിൽ ഒരു കുറ്റവുമില്ലാത്ത കാര്യമാണ് ഉസൂലുൽ ഫിഖ്ഹിന്റെ വീക്ഷണത്തിൽ സുന്നത്ത് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുത്തു. എന്നിട്ടും വിവരക്കേട് വിളമ്പരുത് എന്റെ സഖാഫി. നിങ്ങൾ പഠിച്ച സ്ഥലം ശരിയല്ല. നിങ്ങൾ വ്യക്തമായി തന്നെ നല്ല ഒരു കോളേജിലും അത് നല്ല ഉസ്താദിൽ നിങ്ങൾ പഠിക്ക്. നിങ്ങൾ മനസ്സിലാക്കണം ഉസൂലുൽ ഫിഖ്ഹിന്റെ വീക്ഷണത്തിൽ എന്താണ് സുന്നത്ത്. ഞാൻ പഠിപ്പിച്ചു തരാം ഇൻഷാ അല്ലാഹ്. ഇനി സുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസൂലുൽ ഫിഖ്ഹിന്റെ വീക്ഷണത്തിൽ മുസ്തഹബ്, മസ്നൂൻ, അതേപോലെ കാര്യങ്ങൾ എന്താണ്? അല്ലദി യുസാബു ഫാഇലുഹു വലാ യുആഖബു താരിഖുഹു. അത് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൂലിയും, ചെയ്തിട്ടില്ലെങ്കിൽ ഉപേക്ഷിച്ചാലോ ഒരു കുറ്റവുമില്ലാത്ത കാര്യത്തിനാണ് സുന്നത്ത് ഉസൂലുൽ ഫിഖ്ഹിന്റെ വീക്ഷണത്തിൽ പറയേണ്ടത്. എന്റെ പൊന്നാരെ, നിങ്ങൾക്ക് ഇതുപോലും അറിയില്ലല്ലോ. ഉസൂലുൽ ഫിഖ്ഹിന്റെ വീക്ഷണത്തിലൂടെ പറഞ്ഞത് ഞാൻ പോലും പറഞ്ഞിട്ട് എന്നിട്ടും നിങ്ങൾ അബദ്ധങ്ങൾ പറയുന്നത് എന്താണ്? നിങ്ങൾ ശരിക്കും പഠിക്കാത്തത് കാരണമാണ്. ഇനി അള്ളാഹ് കൂലി നിശ്ചയിക്കില്ല കേട്ടോ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്താണ് അത്ര സുന്നത്ത് നിശ്ചയിക്കുന്നത്. അല്ലല്ലേ അല്ലാഹു തആല കൂലി നിശ്ചയിക്കില്ല. എന്റെ രണ്ടാമത്തെ ചോദ്യം, അല്ലാഹു തആല ദീനിൽ ഒരു കാര്യം സുന്നത്ത് അഥവാ ചെയ്താൽ കൂലിയുള്ളതും ചെയ്തില്ലെങ്കിൽ കുറ്റമില്ലാത്ത കാര്യം അല്ലാഹു തആല നിശ്ചയിക്കില്ലേ? നിങ്ങളെ ഉത്തരത്തിൽ അല്ലാഹ് എന്നൊരു വാക്ക് നിങ്ങൾ പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി സഹാബാക്കൾ അത്രേ സുന്നത്ത് നിശ്ചയിക്കുന്നത്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുമാണ് അത്രേ കൂലി നിശ്ചയിക്കുന്നത്. എന്റെ വിവരക്കേട്, ഇങ്ങനെ നിങ്ങൾ വിവരക്കേട് പറയരുത്. ഞാൻ ആ ഇബാറത്തിൽ, എന്ത് ഇബാറത്ത്? ഇബ്നു റജബ് അൽ ഹംബലി ഇബാറത്തിൽ പോലും അതിന്റെ ഉത്തരമുണ്ട്. എന്നിട്ട് ബിൽകുല്ലിയ എന്ന് പറയാറില്ല, അതിന്റെ മുന്നുള്ള വരി വായിക്കുക, അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടും. പിന്നെ എന്താണ് ഇബ്നു റജബും അതുപോലെ തന്നെ ഇബ്നുൽ ഹാജും ഒക്കെ അത് തൊട്ടിപ്പോ നിങ്ങളുടെ കൈപൊഴികൾ ഇൻഷാ അല്ലാഹ് ഞാൻ വരുന്നുണ്ട്. ഇബ്നു റജബിന്റെയും അതുപോലെ ഇബ്നുൽ ഹാജിന്റെയും ഒക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ പേടിക്കണ്ട ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ചോദിക്കാനുള്ളത്, സുന്നത്ത് നിശ്ചയിക്കാൻ അല്ലാഹു തആല ഇല്ലേ? അല്ലാഹു തആല ഒരു കാര്യം സുന്നത്ത് ചെയ്താൽ കൂലിയുള്ളതും ചെയ്തില്ലെങ്കിൽ കുറ്റമില്ലാത്തതും അല്ലാഹു തആലക്ക് അധികാരം ഇല്ല എന്നാണോ നിങ്ങളുടെ വാദം? ഉണ്ട് എന്നാണോ വാദം? നിങ്ങൾ പറ. എന്റെ രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ പറഞ്ഞു എന്ത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ത് തറാവീഹ് എന്നുള്ള കാര്യം ബിദ്അത്താണ് എന്ന് നിങ്ങൾ പറഞ്ഞു. അത് എവിടെ? ശരീഅത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പുതുതായി ഉണ്ടാക്കിയ ഒരു നമസ്കാരം ആണോ ഈ കാര്യം? ശരീഅത്തിലെ ബിദ്അത്ത് ആണോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നമസ്കാരം? നിങ്ങൾ മറുപടി പറയണം. നിങ്ങൾ വെറുതെ എന്തെങ്കിലും ഒക്കെ കേട്ട് പേരോടിന്റെയും അതുപോലെ മറ്റുള്ളവരുടെ പ്രസംഗം കേട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളടുത്ത് നടക്കില്ല. ഇപ്പൊ തന്നെ പറഞ്ഞാൽ പേരൂരിന്റെയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പ്രസംഗം കേട്ട് വന്ന് സംവാദത്തിൽ വന്ന് കഴിഞ്ഞാൽ നടക്കില്ല. ശർഇലെ ബിദ്അത്താണോ ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ ആ പറഞ്ഞ കാര്യം വ്യക്തമായി തന്നെ നിങ്ങൾ മറുപടി പറയാൻ. ഈ രണ്ട് ചോദ്യം, അല്ലാഹു തആല കൂലി നിശ്ചയിക്കാൻ അധികാരം ഇല്ല എന്നാണോ? കാരണം നിങ്ങൾ പറഞ്ഞിട്ടില്ല, അല്ലാഹുവിന്റെ പേര് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ചോദ്യം, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ ബിദ്അത്തായ കാര്യം, ശർഇലെ ബിദ്അത്തായ കാര്യമാണ് തറാവീഹ് എന്നുള്ളതിന് നിങ്ങൾ മറുപടി പറയണം. വിവരമില്ലാത്ത കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ പൊട്ടത്തരമെന്ന് തോന്നിപ്പോകും. സുഹൈൽ മൗലവി, നിങ്ങളെ കയ്യിലുള്ള തുറുപ്പ് ചീട്ടൊക്കെ മാറ്റിവെച്ചിട്ട് കിതാബ് എടുത്ത് പരതി നോക്കി ചങ്ങാതി. എന്താ സുന്നത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്റെ അടുത്ത് ചോദിച്ച ചോദ്യം എന്താ? എടുത്ത് കേട്ടു നോക്കി ചങ്ങാതി. ഒരാള് ഈ സുന്നത്താക്കുന്നത് ആരാന്നല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ മുത്തലഖാക്കി പറഞ്ഞാൽ സുന്നത്ത് എന്ന് പറയാ. എന്നാ ഫത്ഹുൽ ബാരി എഴുതി ഇബ്നു ഹജർ അസ്ഖലാനിക്ക് പഠിപ്പിച്ചു കൊടുത്താളാ. സുന്നത്ത് എന്നുള്ള വാക്ക് ഇബ്നു ഹജർ അസ്ഖലാനിക്ക് മനസ്സിലായിട്ടില്ലേ? ഫിഖഹിന്റെ മസല ചങ്ങാതി. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ തഅരീഫ് എന്താ? നിങ്ങൾ എവിടെ നിങ്ങൾ വന്നത്? ഇപ്പൊ ഹദീസ് വെച്ചിട്ടല്ല നമ്മൾ സംസാരിക്കും. ഒരു എന്താ ഈ പൊട്ടത്തരം? നിങ്ങളോടൊപ്പം 1ാം ക്ലാസ് പോലും പഠിപ്പിക്കേണ്ടി വരുമല്ലോ. ഫത്ഹുൽ ബാരി എടുക്ക് ചങ്ങാതി. തൊള്ളപടയൊക്കെ നിർത്തിയിട്ട് ഫത്ഹുൽ ബാരി എടുക്ക്. എന്താണ് അസ്സുന്നത്തു? മാ ജാഅ അനിൻ നബിയ്യി മിൻ അഖ്വാലിഹി വ അഫ്ആലിഹി വ തഖ്രീരിഹി വമാ ഹമ്മ ബിഫിഅലിഹി എന്തേ ഫത്ഹുൽ ബാരിയുടെ മുസന്നിഫായ ഇബ്നു ഹജർ അസ്ഖലാനിക്ക് അള്ളാനെ വിട്ടുകളഞ്ഞത് എന്തേ? അള്ളാനെ വേണ്ടാത്തത് കൊണ്ടാണോ? പൊട്ടപ്പോയത്തമേ വഹാബീസം. ഇതാണോ നിങ്ങൾ വഹാബീസം? എടുത്തു നോക്ക്, ഫത്ഹുൽ ബാരിയുടെ 13ാമത്തെ വാള്ളി എടുത്തു നോക്ക്. എന്താണ് അസ്സുന്നത്തു മാ ജാഅ അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഖ്വാലിഹി വ അഫ്ആലിഹി വ തഖ്രീരിഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യണം, നബി തങ്ങൾ പറയണം, നബി തങ്ങൾ മൗനാനുവാദം കൊടുക്കണം. അതിന്റെ പേരാണ് സുന്നത്ത് എന്ന് പറയുക. അതിന്റെ പേരാ സുന്നത്ത് എന്ന് പറയാം. പിന്നെ ഉസൂലുൽ ഫിഖ് ചങ്ങാതി, ഇവിടെ ഫിഖഹിന്റെ ചർച്ചയല്ല. ഫിഖഹിന്റെ ചർച്ച നടക്കുമ്പോഴാണ് ഉസൂലുൽ ഫിഖ് കൊണ്ടുവരിക. ഇവിടെ ഉസൂലുൽ ഹദീസ. ഇതാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഫിസ്തിലാഹിൽ ഉസൂലിയീന വൽ മുഹദ്ദിസീൻ. മുഹദ്ദിസീങ്ങളെടുത്തും ഉസൂലിയാക്കളും ഇസ്തിലാഹിലും ഇതാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ഇതാണ് സുന്നത്ത് എന്ന് പറയുന്നത്. പക്ഷേ വഫിസ്തിലാഹി ബഅദിൽ ഫുഖഹാഇ മാ യുറാദിഫുൽ മുസ്തഹബ്ബ. ഫുഖഹാക്കളിൽ നിന്ന് ചിലരുടെ സമീപത്ത് അവരുടെ വാദപ്രകാരം അതേ സുന്നത്ത് എന്ന് പറഞ്ഞാൽ മുസ്തഹബിനോട് യോജിച്ചു വരുന്ന ഒരു പ്രയോഗമാണ്. ചങ്ങാതി, ഇവിടെ ഒരു ഇഅ്തിഖാദിയായ കാര്യം സ്ഥിരീകരിക്കണമെങ്കിൽ അത് ഫിഖഹിലേക്ക് നോക്കിയിട്ടല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നോക്കിയിട്ടാണ്. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഒന്നാമത്തതിന് മറുപടി കിട്ടാതെ രണ്ടാമത്തെ ചോദ്യം എന്താണ്? ബഹുമാനപ്പെട്ട
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ഭരണകാലത്ത് നടപ്പിലാക്കിയ ജമാഅത്തിനെ കുറിച്ച് നിഅ്മൽ ബിദ്അത്തു ഹാദിഹി ഔ നിഅ്മത്തിൽ ബിദ്അത്തു ഹാദിഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആ ബിദ്അത്ത്? ആ ബിദ്അത്ത് ലുഗവിയാണ് മക്കളെ, ശർഈയായ ബിദ്അത്തല്ല. ആരാണ് ശർഈയ ബിദ്അത്ത് എന്ന് പറഞ്ഞത്? അതേപോലെ തന്നെ മൗലിദും ലുഗവിയായ ബിദ്അത്താണ്. മൗലിദും ലുഗവിയായ ബിദ്അത്താണ്. ലുഗവിയായ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഒരു അസ്ലിന്റെ തഹത്തിൽ വരുന്നതിനാണ് ലുഗവിയായ ബിദ്അത്ത് എന്ന് പറയുന്നത്. ഏതുപോലെ പഠിച്ചു വെച്ചോ സുഹൈലെ, നിങ്ങളെ തൊട്ടടുത്തുള്ള PKMന്റെ അടുത്തൊന്നും ഈ വിവരം കിട്ടില്ല. ലുഗവിയായ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഒരടിസ്ഥാനപരമായ കാര്യത്തിന്റെ തഹത്തിൽ വരണം. ഏതുപോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജീവിത കാലഘട്ടത്തില് അത് ഈ തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ട്. എല്ലാരെയും ഒരുമിച്ച് കൂട്ടിയിട്ടല്ല, മുത്തഫർരിഖീൻ പല പല ഭാഗങ്ങളിലായിക്കൊണ്ട് നിസ്കരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അസ്ലുള്ളത് കൊണ്ട് നബി തങ്ങളെ കാലഘട്ടത്ത് ഒരൊറ്റ ഇമാമിന്റെ കീഴിൽ തറാവീഹ് ഒരുമിച്ച് കൂട്ടിയിട്ടില്ല. നിങ്ങൾ പച്ചക്കള്ളം പറഞ്ഞതാണ്. തറാവീഹ് ഒരുമിച്ച് ഒരു ഇമാമിന്റെ കീഴിൽ കൂട്ടിയിട്ടില്ല. അത് കൂട്ടിയത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കാലഘട്ടത്താണ്. അതുകൊണ്ട് ഇത് ലുഗവിയായ ബിദ്അത്തായി മുമ്പ് ഒരു മാർഗമുള്ളത് കൊണ്ട് എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് സന്തോഷിക്കണമെന്നും ആഘോഷിക്കണമെന്നും ഹദീസിൽ ഉണ്ട്. ആ ഉള്ള അസുലിന്റെ അടിസ്ഥാനത്തിൽ പിൽക്കാലഘട്ടത്തുള്ളവർ ചെയ്തു. അത് ലുഗവിയായ ബിദ്അത്താണ്. അന്ന് ജാഥപോക്കുണ്ടായിട്ടില്ല, അന്ന് മിഠായി കൊടുക്കലുണ്ടായിട്ടില്ല, അന്ന് പോത്തിറച്ചു കൊടുക്കലുണ്ടായിട്ടില്ലെങ്കിലും പക്ഷെ ഒരു അസ്ലുള്ളത് കൊണ്ട് ആ മൗലിദാഘോഷം ലുഗവിയായ ബിദ്അത്താണ്. അത് ശർഈയായ ബിദ്അത്ത് അല്ല, അത് ലുഗവിയായ ബിദ്അത്താണ്. മനസ്സിലായോ മൗലവിമാരെ? പൊട്ടത്തരം പറയുന്നതിന് അതിർത്തി വെക്കണം. നിങ്ങൾക്ക് പൊട്ടത്തരമാണ് നിങ്ങളുടെ ഗോഡൌൺ എന്നറിയാ. നിങ്ങളെ പ്രസ്ഥാനം മുഴുവനും പൊട്ടത്തരമാണെങ്കിലും ഞങ്ങളെ മുമ്പിൽ വരുമ്പോ ഒരു പൊട്ടത്തരത്തിന് ഒരു അറുതി വെക്കണ്ടേ? പൊട്ടത്തരം പറയുന്നൊരു അറുതി വെക്കണ്ടേ? ആര് പറഞ്ഞു മൗലിദ് ശർഈയായ ബിദ്അത്താണ്? കോൻ പോല ആരാ പറഞ്ഞത്? നിങ്ങളെ തൊള്ളപ്പെടായോ? സമയം മാത്രമല്ല, സംസാരിക്കുന്ന ഭാഷ പോലും ഇപ്പോ വേറെ കോൻ ബോലാന്നൊക്കെയാണ് പറയുന്നത്. എന്ത് പറ്റി കോൻ ബോലാന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. സമയം മാത്രമല്ല, നിങ്ങൾ കുറെ സമയം എടുത്തത് വേറെ കാര്യം. ഇനി സുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി മനസ്സിലാക്കിക്കോ. അഖീദയിൽ ഒരാൾ സുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അർത്ഥം എന്താണ്? അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആളാണെന്ന അർത്ഥം. ഹദീസിൽ സുന്നത്ത് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, മൗനവാദം എന്നാണ്. എന്നാൽ ഫുഖഹാക്കളുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം സുന്നത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് ചെയ്താൽ കൂലിയുള്ളതും ചെയ്തില്ലെങ്കിൽ കുറ്റമില്ലാത്ത കാര്യമാണ്. അത് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ വേറെ ഏതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സുന്നത്തിന്റെ തൈരി കൊടുത്തു. പക്ഷെ ഞാൻ വ്യക്തമായി തന്നെ പറഞ്ഞല്ലോ, കൂലി കിട്ടാൻ ആർക്കാണ് അധികാരമുള്ളതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബകൾക്കുമാണെന്ന് നിങ്ങൾ പറഞ്ഞു. അത് തെറ്റാണ്. കൂലി നിശ്ചയിക്കാൻ അല്ലാഹു തആലയാണ്. അല്ലാഹുവിന് വഹി കിട്ടിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് കൂലി നിശ്ചയിക്കാൻ, അതല്ലാതെ വേറെ ആരും അല്ല, മൂന്നാമതൊരാളല്ല എന്നുള്ള ആ കാര്യങ്ങളും നിങ്ങൾ പഠിക്കുക. മനസ്സിലായില്ലേ? സുന്നത്ത് പല 5 വീക്ഷണത്തിലൂടെ നമുക്ക് കാണാം. ഒന്ന് ലുഗവിയായ വീക്ഷണത്തിലൂടെ, ഫുഖഹാക്കളുടെ വീക്ഷണത്തിലൂടെ, അതുപോലെ അഖീദയുടെ വീക്ഷണത്തിലൂടെ, അതുപോലെ തന്നെ ഈ രീതിയിൽ ഹദീസിന്റെ വീക്ഷണത്തിലൂടെ, അങ്ങനെ പല നിലക്കും സുന്നത്തിന് പല താരീഫുകളുണ്ട്. നിങ്ങൾ ഒരു മാത്രം പഠിച്ചു എന്നിട്ട് ഇവിടെ വിളമ്പി. പക്ഷെ അത് പൊട്ടത്തരമാണ്. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു, ഫിഖ്ഹിന്റെ വീക്ഷണത്തിലൂടെ, ഫിഖ്ഹിന്റെ വജിയിലൂടെ ചോദിച്ചാൽ അതാ ഞാൻ അതിന്റെ അപ്പോൾ തന്നെ പറഞ്ഞു, ചെയ്താൽ കൂലിയുള്ളതും ചെയ്തില്ലെങ്കിൽ കുറ്റമില്ലാത്ത കാര്യം അത് ആർക്കാണ് നിശ്ചയിക്കാന്ന് പറഞ്ഞപ്പോ വീണ്ടും നിങ്ങൾ അല്ലാഹു തആല എന്ന് പറയാൻ നിങ്ങളെ നാവ് പൊന്തുന്നില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 അല്ലെങ്കിൽ 4 ദിവസം അസ്ഹാബുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ നമസ്കരിച്ചിട്ടുണ്ട്. നമസ്കരിച്ചതിന് ശേഷം ആ ഹദീസ് എടുത്തുകൊണ്ട് തന്നെ ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി പറയുന്നു, ഫതഅമ്മലു, നിങ്ങൾ നോക്കണം, ഫബി ഹാദൽ ഹദീസി, ഈ ഹദീസിൽ എന്താണുള്ളത്? മാ യദുല്ലു അലാ കൗനിഹി സുന്നതൻ, ഇത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് എടുത്തുകൊണ്ട് തന്നെ
ഇത് സുന്നത്താണ്, തറാവീഹ് സുന്നത്താണ് വ്യക്തമായി തന്നെ പറയുന്നു. അതുകൊണ്ട് ഇത് ലോവിയായ ഇതിപ്പോ എന്താണ് നബിദിനാഘോഷം ലോവിയായ വിധത്തിൽ ശരീഅത്തിൽ അപ്പൊ അങ്ങനെ ഒരു കാര്യമില്ലേ? ശരീഅത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല എന്നാണോ ഇനി നിങ്ങൾ പറഞ്ഞത്? അത് അടിസ്ഥാനമുണ്ട് എന്നാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഖുർആനിൽ നിങ്ങൾ ഒരു അടിസ്ഥാനം നിങ്ങൾ കൊണ്ടുപോവാ. ഇവൻ നബി സല്ലല്ലാഹു അലൈഹി ജന്മദിനാഘോഷം കഴിക്കാൻ ഖുർആനിൽ ഏതെങ്കിലും ഒരായത്തിൽ നിങ്ങൾക്ക് ഓതാൻ കഴിയുമെങ്കിൽ വ്യക്തമായി തന്നെ അല്ലാഹു തആല വ്യക്തമായി തന്നെ നിശ്ചയിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാഘോഷം കൊണ്ടാടാൻ ഒരു ആയത്തിൽ നിങ്ങൾക്ക് അടിസ്ഥാനമായി കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഓതണം. ഓരോ ചോദ്യത്തിൽ നിന്ന് നമ്മുടെ സുഹൈൽ ഷാ നീങ്ങി മാറി പോയിക്കൊണ്ടിരിക്കുന്നു. മഅദല്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ചോദിച്ച അള്ളാഹനെ പറഞ്ഞില്ല എന്നുള്ള വലിയ ഒരു സബുൽ മൂബിഖാത്തായിട്ട് എന്നെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു, ഇവയാൾ പറഞ്ഞ രണ്ട് ഇബാറത്തും അഥവാ ഫുഖഹാക്കളുടെ ഇസ്തിലാഹിലും മുഹദ്ദിസീങ്ങളുടെയും അതുപോലുള്ള ഉസൂലിയാക്കളുടെയും ഇസ്തിലാഹിലുമുള്ള ഇബാറത്തുകൾ ഫത്ഹുൽ ബാരിയിൽ നിന്ന് ഞാൻ വായിച്ചു. ആ ഫത്ഹുൽ ബാരിയിൽ അള്ളാഹുവിന്റെ പേര് പറഞ്ഞോ? ചങ്ങാതി, നീ ഇപ്പൊ സംസാരിക്കുന്നു ഇവിടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ പടച്ചറ, അത് തർക്കമില്ല. പക്ഷെ ഒന്നിന്റെ കാര്യം ചോദ്യം നീ എന്റെ അടുത്ത് ആദ്യം ചോദിച്ചു, സുഹൈലെ ആദ്യം ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? ഒരു കാര്യം സുന്നത്താണെന്ന് തീരുമാനിക്കേണ്ടത് ആരാണെന്നാ ചോദിച്ചത് അല്ലെ? ഒരു കാര്യം സുന്നത്താണെന്ന് തീരുമാനിക്കേണ്ടത് ആരാണെന്ന് ചോദിക്കുമ്പോ ഒരു സുന്നത്ത് കാണിച്ചു കൊടുക്കുന്ന ആളാണ് പറയുക. ആ സുന്നത്ത് കാണിച്ചു കൊടുക്കുന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, അതിനേക്കാണ് ജവാബ് കൊടുത്തത്. അപ്പൊ അള്ളാഹനെ വിട്ട് കളഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോ ഞാൻ ഫത്ഹുൽ ബാരിയിലെ ഇബാറത്ത് ഇട്ട് കൊടുത്തപ്പോ കാമാ മിണ്ടുന്നില്ല. ഇപ്പോഴും നിങ്ങൾ അള്ളാഹുവിനെ പറയാൻ മടിക്കുന്നത് കണ്ടില്ലേന്ന്. എന്താണ് ഇങ്ങനെയൊക്കെ വിവരക്കേട് കിടന്ന് വിളമ്പുന്നത്? എന്നാ കേൾക്കണോ ഏത് രൂപത്തിലൊക്കെ മന്ദൂബ് വരും? പറയട്ടെ, അൽ ഹാവിലിൽ ഫതാവയിൽ ബഹുമാനപ്പെട്ട ഇമാമുന സുയൂത്തി റളിയല്ലാഹു അൻഹു അകലാട് സംവാദത്തിൽ വെച്ചുകൊണ്ട് ഫൈസൽ മൗലവിയെ കയ്യോടുകൂടിയ തദ്രീബുർ റാവിയുടെ മുസന്നിഫാണ് ഇമാമുന സുയൂത്തി. ശൈഖുൽ ഹദീസ് ഇമാം സുയൂത്തി തങ്ങൾ പറയുന്നത് ലഅന്ന ഹഖീഖത്തൽ മൻദൂബി മാ തലബഹു ശർഉ യുഖാലു അലൈഹി ഇന്ന തലബ ഫിൽ മൻദൂബി താറത്തൻ യകൂനു ബിൻ നസ്സ് വതാറത്തൻ യകൂനു ബിൽ ഖിയാസ്. അത് രണ്ടും സുന്നത്ത് തന്നെയാണ്. ചിലപ്പോൾ വ്യക്തമായി കൊണ്ട് കൽപ്പന കാണും, അതും സുന്നത്ത് തന്നെ. ചിലപ്പോൾ ഖിയാസ് കൊണ്ട് കൽപ്പനയുണ്ടാകും, അതും സുന്നത്ത് തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാമുന സുയൂത്തി റളിയല്ലാഹു അൻഹു തന്റെ അൽ ഹാവിലിൽ ഫതാവയിൽ വ്യക്തമായി കൊണ്ട് പഠിപ്പിക്കുകയാണ്. പിന്നെ സുഹൈൽ മൗലവി ബുഖാരിയെ തള്ളുകയാണ്. ബഹുമാനപ്പെട്ട ഇമാമുന ശാത്തിബി റളിയല്ലാഹു അൻഹു, ഇമാം ശാത്തിബി റളിയല്ലാഹു അൻഹു അശ്അരി മദ്ഹബിൽപ്പെട്ട ആളാണ്. അശ്അരി ത്വരീഖത്ത് സ്വീകരിച്ചവരാണ്. നിങ്ങൾക്ക് കാര്യം കാണാൻ ഇമാമിങ്ങളെ കാല് പിടിക്കുമില്ലേ? നിങ്ങൾ അശ്അരി ത്വരീഖത്ത് അംഗീകരിക്കുന്നവരാണോ? ബഹുമാനപ്പെട്ട ഇമാമുന ശാത്തിബി റളിയല്ലാഹു അൻഹു ഞങ്ങളെ നേതാവാണ്. ആ ശാത്തിബി റളിയല്ലാഹു അൻഹു സുന്നത്ത് എന്ന് പറഞ്ഞു പോലും അത് തന്നെയാണ് ഞങ്ങളുടെയും വാദം. എന്നാ ചോദിക്കട്ടെ, സുന്നത്ത് എന്ന് ഇമാം ശാത്തിബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ കാര്യത്തിനെയല്ലേ ബുഖാരിയിൽ കാണാം നിഅമൽ ബിദ്അത്തു ഹാദിഹി? മറുപടി പറയണം. ചോദ്യരൂപത്തിലാ ചോദിക്കുന്നത്, അഥവാ നിങ്ങൾ മറുപടി പറയണം. ബുഖാരിയിൽ നിഅമൽ ബിദ്അത്തു ഹാദിഹി ബിദ്അത്ത് എന്ന് പറയുന്നു, നിങ്ങൾ പറയുന്നു ശാത്തിബി ഇമാം സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ബുഖാരിയെ നിങ്ങൾക്ക് തള്ളണോ? ബുഖാരിയെ നിങ്ങൾക്ക് തള്ളണോ? അതാണ് ഞാൻ പറഞ്ഞത്. അത് ലുഗവിയായ ബിദ്അത്താണ്. ലുഗവിയായ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഉസൂലിൽപ്പെട്ട ഏതെങ്കിലും ഒരു അസുലിനോട് അതിന്റെ തഹ്തിലായി കൊണ്ടോ അതിന്റെ കീഴിൽ വരുമ്പോ അത് ലുഗവിയായ ബിദ്അത്താണ്. അതിൽപ്പെട്ടത് തന്നെയാണ് മൗലിദ്. പിന്നെ മർക്കട മുഷ്ടിയുള്ള ഒരു ചോദ്യം ഖുർആനിലുണ്ടോ എന്നാ ചോദിക്കുന്നത്. എന്തേ സ്വഹീഹായ ഹദീസ് പറ്റില്ലേ? ഖുർആനിൽ പറയുന്നു ഖുൽ ബിഫളില്ലാഹി. നിങ്ങൾ ചോദിച്ചതിന് അക്കമിട്ട് ഉത്തരം പറയുന്നു. പക്ഷെ ഒന്നാമത്തെ സെഷനിൽ ഞാൻ ചോദിച്ച ചോദ്യങ്ങളോ ഇന്നും അന്തരീക്ഷത്തിൽ അവശേഷിക്കുകയാണ്. അസ്കലാനിയുടെ ഉദ്ധരണി ഞാൻ പറഞ്ഞിട്ട് മിണ്ടിയിട്ടില്ല, ഇബ്നുൽ ഹാജിനെ തൊട്ടിട്ടില്ല, സുയൂത്തിയെ തൊട്ടിട്ടില്ല. എന്നാ കേൾക്കണോ
പരിശുദ്ധ ഖുർആനിൽ അത് സന്തോഷിക്കണമെന്ന് നബി തങ്ങളെ കൊണ്ട് സന്തോഷിക്കണമെന്ന് പറയുന്നുണ്ട്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. നബി തങ്ങളെ കൊണ്ട് മൊത്തത്തിൽ സന്തോഷിക്കണമെന്ന് പറയുന്നു. അതിന്റെ പുറമെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഹദീസിൽ നിന്ന് തെളിവുണ്ടെന്ന് പറയുന്നു. ഏതാണ് ഹദീസ്? സ്വഹീഹുൽ ബുഖാരി, അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ് വെച്ചുകൊണ്ട് നബി തങ്ങളുടെ ജന്മദിനാഘോഷം സുന്നത്താണെന്ന് പറയുന്നു. അതിന്റെ പുറമെ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ബൈഹഖിയുടെ സ്വഹീഹായ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം സുയൂത്തിയും സുന്നത്താണെന്ന് പറയുന്നു. സ്വഹീഹായ ഹദീസുകൾ വെച്ചുകൊണ്ട് നബിദിനാഘോഷം പ്രത്യേകമായി നടത്തുന്നത് സുന്നത്താണ്. ഇമാം അസ്ഖലാനിയും ഇമാം സുയൂത്തിയും പഠിപ്പിക്കുന്നു. എല്ലാവരും കേട്ടല്ലോ, ആര്? ഇമാം ഷാത്തിബി റഹിമഹുല്ല ഇവരുടെ നേതാവാണ്. കേട്ടല്ലോ, ഇനി സംശയം വേണ്ട. ഇമാം ഷാത്തിബി റഹിമഹുല്ല അദ്ദേഹം എന്താണ്? ഇവരുടെ നേതാവാണ്, അശ്അരിയാണ്. എന്നാൽ ഇമാം ഷാത്തിബിയുടെ ഫതാവയിൽ നിന്ന് ഞാൻ ഉദ്ധരിക്കുന്നു. അദ്ദേഹത്തോട് ഇമാം മൗലിദാഘോഷത്തെ പറ്റി ചോദ്യം, അദ്ദേഹം കൊടുക്കുന്ന മറുപടി കേട്ടോളൂ. അന്ന ഇഖാമത്തുൽ മൗലിദ അൽ വസ്ഫി മഅഹൂദ് ബൈനൻ നാസ് ബിദ്അത്തുൻ മുഹ്ദസത്തുൻ. നിർത്തിയിട്ടില്ല. വകുല്ലു ബിദ്അത്തിൻ എന്ന് വ്യക്തമായി തന്നെ ഇമാം ഷാത്തിബി, നിങ്ങളുടെ നേതാവ്, നിങ്ങൾ പരിചയപ്പെടുത്തിയ നേതാവ്, നിങ്ങൾ പുകഴ്ത്തിയ നേതാവ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാഘോഷം ആ സമ്പ്രദായം നടത്തുന്നത് കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ബിദ്അത്താണ്. ഇദ്ദേഹം നിങ്ങളുടെ നേതാവാ? ഇദ്ദേഹം നിങ്ങളുടെ നേതാവോ? ഇനി മാത്രമല്ല, അദ്ദേഹം തുടർന്നുകൊണ്ട് പറയുന്നു, അതിനു വേണ്ടി പണം ചെലവാക്കൽ, എന്തിനു വേണ്ടിയിട്ട്? മൗലിദാഘോഷത്തിന് വേണ്ടി പണം ചെലവാക്കൽ ലാ യജൂസ്, അത് അനുവദനീയമല്ല. വൽ വസിയത്തു ബിഹി ഗൈറു നാഫിസ, അതുപോലെ തന്നെ അതിന് വസിയത്ത് ചെയ്യൽ ഒരിക്കലും ശരിയല്ല. ബൽ, മറിച്ച് യജിബു അലൽ ഖാളി ഫസ്ഖുഹു, മറിച്ച് ഖാളി എന്ത് ചെയ്യണം? അത് ദുർബലപ്പെടുത്തണം എന്ന് നിങ്ങളുടെ നേതാവ് പറയുന്നു. ഇദ്ദേഹം മുബ്തദിയാണോ? ഇദ്ദേഹം ഇബ്ലീസിന്റെ പുത്രനാണോ? നിങ്ങൾ പറയാറുണ്ട് റബീഉൽ അവൽ മാസത്തിലൊക്കെ ഇബ്ലീസുകളാണ് കരയാറെന്ന് പറയുന്നത്, അവരാണ് എതിർക്കാറെന്ന് പറയാറുണ്ട്. ഇമാം ഷാത്തിബി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫതാവയിൽ ഇത് ബിദ്അത്താണ്, കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന് പറഞ്ഞിട്ടുണ്ട്. നിഷേധിക്കാൻ ധൈര്യമുള്ള ഹസനിവാദ സഖാവികൾ ഉണ്ടെങ്കിൽ ഇവിടെ വരണം. അദ്ദേഹം ഒരു സ്ഥലത്തല്ല, രണ്ട് സ്ഥലത്തല്ല, 3ഓളം സ്ഥലത്ത് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. പറയൂ, അദ്ദേഹം ഇബ്ലീസിന്റെ പുത്രനാണോ? പറയൂ, അദ്ദേഹം ഇബ്ലീസ് ആണോ? പറയൂ, നിങ്ങളുടെ നേതാവെന്ന് അദ്ദേഹം വ്യക്തമായി കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ അടിസ്ഥാനത്തിൽ ഇത് ബിദ്അത്താണ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പിഴച്ചവനാണോ? അദ്ദേഹം ഇബ്ലീസ് ആണോ? നിങ്ങൾ പറയണം. മാത്രമല്ല, ഇമാം ഷാത്തിബി റഹിമഹുല്ലാ അദ്ദേഹം ബിദ്അത്തിന്റെ നിർവചനം കൊടുക്കുന്നു. ത്വരീഖത്തുൻ ഫിദ്ദീൻ മുഖ്തറഅത്തുൻ തുദാഹി ശർഇയ്യ യുഖ്സദു ബിസ്സുലൂകി അലൈഹാ അൽ മുബാലഗതു ഫി തഅബ്ബുദി ലില്ലാഹി സുബ്ഹാന. അഥവാ ഞാൻ വിശദീകരിച്ചാലും ദീനിൽ പുതുതായി ഉണ്ടാക്കിയ പാതകൾ ശരീഅത്തിന് സാദൃശ്യമായ നിലക്ക് ഈ ചെയ്യുന്ന ആൾ എന്താ ഉദ്ദേശം? അല്ലാഹു തആല അതിന് കവിയിലാണ് ഇബാദത്തുകളിൽ. എന്നിട്ട് തുദാഹി ശർഇയ്യ എന്ന വാക്കിനെ അദ്ദേഹം വിശദീകരിക്കുന്നു എന്നറിയോ? വമിൻഹാ, ആ ബിദ്അത്തിൽ പെട്ടതാണ് ഇൽതിദാമുൽ കൈഫിയാതി വൽ ഹൈആത്തിൽ മുഅയ്യന കദിക്രി ബിഹൈഅത്തിൽ ഇജ്തിമാ അലാ സൗത്തിൻ വാഹിദിൻ. നിങ്ങളുടെ കൂട്ടപ്രാർത്ഥന ബിദ്അത്താണ്. മാത്രമല്ല വത്തിഹാദ് യൗമ വിലാദത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മദിനാഘോഷം ഈദാക്കൽ ഈ ബിദ്അത്തിൽ ശറഇലെ ബിദ്അത്തിന്റെ നിർവചനത്തിൽ വരുന്നതാണ്. മാത്രമല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു പൈസ പോലും അത് ചെലവാക്കാൻ പാടില്ല. ആരെങ്കിലും വസിയത്ത് ചെയ്താൽ അത് ചെയ്യാൻ പാടില്ല. ഖാളി അത് ദുർബലപ്പെടുത്തണം എന്ന് പ്രഖ്യാപിച്ച ഇമാം ഷാത്തിബി റഹിമഹുല്ലാ മുബ്തദിയോ? അദ്ദേഹം ഇബ്ലീസിന്റെ ആളോ? അദ്ദേഹം ഇതിങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അങ്ങനെ ഞങ്ങൾക്ക് പറയാൻ ധൈര്യമില്ല. ഇടക്കിടക്ക് പീക്കം കൊടുക്കണം. നിങ്ങളെ നേതാവ് പറഞ്ഞു കൊടുക്കും, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന്. ആ ചങ്ങാതി ഞങ്ങളെ നേതാവ് തന്നെ, അത് തർക്കമില്ല.
ബഹുമാനപ്പെട്ട ഒരു മുബത്തദി അല്ല, പുത്തനാശയക്കാരനല്ല, ഒന്നുമല്ല. അദ്ദേഹം മഹാപണ്ഡിതനാണ്, അശ്അരി ത്വരീഖത്തിന്റെ നേതാവാണ്. പക്ഷേ മദ്ഹബ് മാറിപ്പോയി മൗലവി, മദ്ഹബ് മാറിപ്പോയി മൗലവി. ബഹുമാനപ്പെട്ട ഇമാം ശാത്തിബി റളിയല്ലാഹു അൻഹു ഏത് മദ്ഹബിൽപ്പെട്ട ആളാ? പൊട്ടത്തരം വിളമ്പുക. എന്താ കൂടെ PKM-എങ്കിലും ഇരുന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? അത് പറയല്ലേ. ഇപ്പൊ ഒരു ഷാഫി ഇമാം, ഇപ്പൊ ഈ സക്കാഫിമാരൊക്കെ ഷാഫി മദ്ഹബാരല്ലേ? ഷാഫി ഇമാമിന് അങ്ങനത്തെ ഒരു വാദമുണ്ടോ? അവരിപ്പോ ഷാഫി ഇമാമിന്റെ ഈ ബിദ്അത്തൊക്കെ ഇപ്പൊ തിട്ടരൂലേ? കൂടെയുള്ള PKM-ലൊന്ന് ഓർമ്മപ്പെടുത്തി കൊടുത്തൂടെ? ചങ്ങാതി, ത്വരീഖത്ത് രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെന്നറിയോ? അശ്അരി മാതുരിദി ത്വരീഖത്ത്. അതിലെ അശ്അരി ത്വരീഖത്തിൽപ്പെട്ട ആളാണ് ആര്? ഇമാമുന ശാത്തിബി റളിയല്ലാഹു അൻഹു. ഞാൻ അങ്ങനെ പറയുമ്പോ നിങ്ങൾ ഈ ക്ലിപ്പെടുത്തിടും എന്ന് മനഃപൂർവ്വം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ എന്താ ഇവരെ വിളിക്കുക. ഞാൻ ഇവരെ ഈ ഖൗമിനെ എന്താ വിളിക്കുക? ഞങ്ങളെ നേതാവ് ആരാന്നറിയോ? ഞങ്ങളെ നേതാവ്, ഞങ്ങൾ മദ്ഹബിൽ അംഗീകരിക്കുന്നത് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഇമാമുന ഷാഫിഈക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. ഇമാം ഷാഫിഈക്ക് അങ്ങനെ അഭിപ്രായമില്ല. ഞങ്ങളിപ്പോ നിങ്ങൾ എന്താ ഒരു നാണക്കേട് നിങ്ങൾക്കില്ലാത്തത്? ബഹുമാനപ്പെട്ട ഇമാം ശാത്തിബി റളിയല്ലാഹു അൻഹു അശ്അരി ത്വരീഖത്തുകാരനാണ് ഇഅ്തിഖാദിൽ. പക്ഷേ മദ്ഹബ് മാലിക്കി മദ്ഹബിന്റെ നേതാവാ, മാലിക്കി മദ്ഹബിന്റെ നേതാവാ. മാലിക്കി മദ്ഹബിൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മാലിക്കി മദ്ഹബിൽ മൗലിദിനെ കുറിച്ച് പ്രത്യേകിച്ച് ചില അഭിപ്രായങ്ങൾ ഉണ്ട്. ആ അഭിപ്രായമാണ് അദ്ദേഹം പാസ് ചെയ്തത്. എന്നാൽ ഞങ്ങളെ നേതാവും ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു ബിദ്അത്ത് എല്ലാം പിഴച്ചതാണെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ശാഫിഈ മദ്ഹബുകാരനാണ്. എന്താ അതൊക്കെ വിവരമില്ല? ഹുസൈൻ സഖാഫി എന്ന് പറഞ്ഞാൽ അശ്ശാഫിഈ, ഇമാമിന്റെ അശ്ശാഫിഈ, ഇമാം സുയൂത്തി അശ്ശാഫിഈ, ഇബ്നു ഹജർ അസ്ഖലാനി അശ്ശാഫിഈ. ഞങ്ങളൊക്കെ ഷാഫി മദ്ഹബുകാരാ. എന്താ അസ്ഖലാനി തൊടാത്തങ്ങള്? എന്താ നവവിയെ തൊടാത്തത്? എന്താ നിങ്ങൾ മാലിക് മദ്ഹബിലേക്ക് പോണ്? ഞങ്ങളുമായിട്ടുള്ള സംവാദത്തിൽ മാലിക് മദ്ഹബിലേക്കാ പോകേണ്ടത്. എന്താണ് ഇത്? സക്കരിയ സ്വല വിളിച്ച പൊട്ടന്മാരെ വിളിക്കേണ്ട ഒരു ഗതികേടായി പോയല്ല. ഞങ്ങളെ നേതാവ് പറഞ്ഞ ഇബാറത്ത് കേട്ടോ. ഞങ്ങളെ നേതാവ് എന്താ പറഞ്ഞത്? ഇമാമുന ഷാഫിഈ. പക്ഷെ അപ്പം ഞങ്ങളെ ഷാത്തിബി നേതാവ്, ഷാത്തിബി ഇമാമും ത്വരീഖത്തിൽ നേതാവാണ്. ഞങ്ങളെ മദ്ഹബിന്റെ നേതാവും ഇമാമുന ഷാഫിഈ തങ്ങൾ പറയുന്ന മേലൊന്ന് ഇട്ട് തരാ, വായിച്ചൂട്. അതിനാ മറുപടി വേണ്ടത്. അതിൽ താഴത്തേത് നോക്കിക്കോ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറയുകയാണ്, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഒക്കെ എന്താണ്? പിഴച്ചതെന്നല്ല. വഅമ്മൽ ബിദ്ഉ ഫഹുവ ജംഉ ബിദ്അത്തിൻ, അത് ബിദ്അത്തിന്റെ ബഹുവചനമാണ്. വഹിയ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ കുല്ലു ശൈഇൻ ലൈസ ലഹു മിസാലുൻ തഖദ്ദം, മുമ്പിലൊരു ഉദാഹരണമില്ലാത്ത, ഒരു മിസാലില്ലാത്ത സർവ്വ സാധനങ്ങൾക്കും ബിദ്അത്ത് എന്ന് പറയും. ഫയശ്മലു ലുഗത്തൻ മാ യുഹ്മദു വയുദമ്മു, ഭാഷാ അർത്ഥത്തിൽ ആക്ഷേപിക്കപ്പെടുന്നതും പുകഴ്ത്തപ്പെടുന്നതും ഉൾപ്പെടുത്തുന്നതാണ്. പക്ഷേ വയഖ്തസ്സു ഫീ ഉർഫി അഹ്ലി ശർഇ, അഹ്ലു ശർഅ അഥവാ ശർഇന്റെ അഹ്ലുകാരുടെ സമീപത്ത് അവരുടെ ഭാഷയിൽ പ്രത്യേകമാക്കപ്പെടും ബിമായുദമ്മു, ആക്ഷേപിക്കപ്പെടുന്നത് എന്നാണ് അവരുടെ ഭാഷയിൽ പറയുക. വഇൻ വറദതു ഫിൽ മഹ്മൂദി, വഇൻ വറദതു, ഇനി ആ ബിദ്അത്ത് വന്നാൽ ഫിൽ മഹ്മൂദി, സുസ്തറിഹമായ മഹ്മൂദായതിൽ വന്നാൽ ഫഅലാ മഅനാഹ ലുഗവിയ്യി, അത് ലുഗവിയായ ഭാഷയിലാണ് കേട്ടോ. ഇതേ വാദമാണ് ഞങ്ങളെ വാദം. ഇതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, ഇതാണ് അതേ ശാഫിഈ മദ്ഹബിന്റെ വാദം. ഞങ്ങളെ വാദമാണ് ഞങ്ങളോട് പറയേണ്ടത്. ഇതേ വാദത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ ഇബ്നു ഹജറുൽ അസ്ഖലാനി സുന്നത്താണെന്ന് പറഞ്ഞത്? നിങ്ങൾ തൊട്ടോ? ഇബ്നു ഹജർ അസ്ഖലാനി ബുഖാരിയുടെ ഹദീസ് കൊണ്ട് മൗലിദ് സുന്നത്താക്കിയെന്ന് തൊട്ടു മുമ്പുള്ള ഒരു ഉത്തരത്തിൽ ഞാൻ പറഞ്ഞിട്ട്, സുഹൈലെ ആണത്തമുള്ള സുഹൈലാണോ എന്താ തൊടാത്തത്? ഇബ്നു ഹജർ അസ്ഖലാനി നിങ്ങൾ തള്ളിയോ? ആരാ ഇബ്നു ഹജർ അസ്ഖലാനി? ഹദീസിന്റെ വിഷയത്തിൽ ഒരു തർക്കം വരുമ്പോൾ ചെല്ലാനുള്ള നേതാവാണ് ഇബ്നു ഹജർ അസ്ഖലാനി. ആ ഇബ്നു ഹജർ തങ്ങൾ ബുഖാരിത്തെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നബിദിനാഘോഷം സുന്നത്താണെന്ന് പറഞ്ഞ് തൊടാതെ ശാത്തിബി ഇമാമിലേക്ക് പോവുകയാണ്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ബൈഹഖി ഉദ്ധരിച്ച ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സുന്നത്താണെന്ന് പറഞ്ഞിട്ട് ശാത്തിബിയിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ശാഫിഈ മദ്ഹബുകാരാണ്, ശാഫിഈ മദ്ഹബിൽ നിന്നുകൊണ്ട് സംസാരിക്കണം. അസ്ഖലാനി ഇമാമിനെ തള്ളുമോ? ഇമാം നബവിയെ തള്ളുമോ? ഇമാം ശാഫിഈയെ തള്ളുമോ? എന്താ അതിന് ഉത്തരം പറ.
ഷാത്തിബി ഇമാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കേട്ടപ്പോഴത്തേക്കും നിങ്ങൾ തള്ളുമോ? തള്ളില്ല, തള്ളേണ്ട ആവശ്യമില്ല, അത് വേറെ മദ്ഹബാ. ഇവിടെ വാദത്തിലെ പ്രമാണങ്ങള് ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസാണ്. അതല്ലാതെ ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ മാത്രം വെച്ചുള്ള ഒരു ചർച്ച ഇതിലെ നിബന്ധനകൾ ഇല്ല. നിങ്ങൾ എന്താണ് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞല്ലോ, ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്, ഇത് വിശദീകരിച്ചുകൊണ്ട് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഏത് പണ്ഡിതൻ പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും? സ്വീകരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കും. പക്ഷെ ഇവിടെ വ്യക്തമായി തന്നെ അൽഹംദുലില്ലാഹ് ഇമാം ഷാത്തിബി റഹിമഹുല്ലാഹ് മൗലിദാഘോഷം കഴിക്കുന്നതും അതുപോലെ തന്നെ മൗലിദാഘോഷത്തിന് വേണ്ടി ചെലവഴിക്കുന്നതും അതുപോലെ തന്നെ അങ്ങനെ വസിയത്ത് ചെയ്യുന്നതും അത് കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന് വ്യക്തമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിന്റെ വിഷയത്തിൽ വരുന്ന കാര്യമാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഇനി നിങ്ങൾക്ക് ഇക്കാര്യം ഞങ്ങൾ ബിദ്അത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒരു അധികാരമില്ല. കാരണം നിങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങൾ നേതാവാണ്. ആര്? ഇമാം ഷാത്തിബി റഹിമഹുല്ലാഹ് നിങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞു. നേതാവ് പറയുന്നു കുല്ലു ബിദ്അത്തിൻ ളലാല. എടോ മുബ്തദീങ്ങളെ, നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? ബിദ്അത്താണ് എന്ന് വ്യക്തമായി തന്നെ ഇമാം ഷാത്തിബി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഇഅ്തിസാമിൽ പറയുന്നു. അതുപോലെ തന്നെ ഫതാവയിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇക്കാര്യം അഥവാ ഈ ഒരു കാര്യം ബിദ്അത്താന്ന് പറയുന്നതുകൊണ്ട് ഞങ്ങൾ ഇബ്ലീസിന്റെ മക്കളാണെന്ന് പറയാൻ നിങ്ങൾക്കൊരു അധികാരമില്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യം പറയേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇമാം ഷാത്തിബിയുടെ ഖബറിലേക്ക് പോയിട്ട് പറയണം, എടോ നിങ്ങൾ ഈ പറയുന്നത് എന്താണെന്ന് അറിയോ? ഇത് ഇബ്ലീസിന്റെ വാദമാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഖബറിലേക്ക് പോയിട്ട് ഇമാം ഷാത്തിബിയോട് പറയണം. അതുപോലെ തന്നെ ഇവിടെ ഖുർആനിൽ ഒരു ആയത്ത് ഓതാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെട്ടു. അടിസ്ഥാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മദിനാഘോഷം കൊണ്ടാടാൻ, അങ്ങനെ ആഘോഷമാക്കാൻ ഏതെങ്കിലും ഒരായത്ത് നിങ്ങൾക്ക് അസ്ലുണ്ടോ എന്ന് ചോദ്യത്തിന് ഇതുവരെ ആയത്ത് ഓതിയിട്ടില്ല. മുസ്ലിയാരെ ആയത്തോതണം. നിങ്ങൾക്ക് ഇതുവരെ ആയത്ത് ഓതാൻ സാധിച്ചിട്ടില്ല, സാധിക്കുമില്ല. പറയൂ, ഏത് ആയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാഘോഷം കൊണ്ടാടാനുള്ളത്? ഖുർആനിൽ ഒരു ആയത്ത് കൊണ്ടുവരൂ മുസ്ലിയാരെ. ഞങ്ങൾ ഇമാം ഷാഫിയാണ് ഞങ്ങൾ നേതാവ്. എന്നാൽ കൊണ്ടുവരൂ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ്. ഇമാം ഷാഫി റഹിമഹുല്ലാഹുവിന്റെ കിതാബിൽ നിന്നും അടുത്ത ചോദ്യം. ഇമാം ഷാഫി റഹിമഹുല്ലാഹുവിന്റെ കിതാബിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാഘോഷം റബീഉൽ അവ്വൽ കഴിക്കുന്ന സുന്നത്താണെന്ന് പറഞ്ഞ ഒരൊറ്റ വരി അവിടുന്ന് കൂടെ പോട്ടെ, ഒരൊറ്റ വരി നിങ്ങൾ കൊണ്ടുപോവാ. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാഘോഷം കൊണ്ടാടാൻ ചെയ്യുന്നത് അത് സുന്നത്താണെന്ന് പറയുന്നത് എന്ത് ചെയ്യണം? നിങ്ങൾ കൊണ്ടുവരണം. അതുപോലെ തന്നെ അല്ലാഹു തആല ഖുർആനിൽ ഏതെങ്കിലും ഒരു ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി ജന്മദിനാഘോഷം കൊണ്ടാടാനുള്ള അസ്ലുണ്ടെങ്കിൽ ആ അസ്ൽ നിങ്ങൾ പറയണം, ആ ഓതണം നിങ്ങൾ ആയത്ത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ പറഞ്ഞു അഹ്കാമുൽ ഹംസയിലാണ് ഇത് സുന്നത്ത് എന്ന് പറഞ്ഞത്. ഞാൻ വ്യക്തമായിട്ടാണ് പറഞ്ഞു, ഞങ്ങൾ അഹ്കാമുൽ ഹംസയിൽ ഇവിടെ ഹറാം എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളോട് പറഞ്ഞു അഹ്കാമുൽ ഹംസയിൽ നിങ്ങൾ ഒരു വിധി പറയണം. അഹ്കാമുൽ ഹംസയിലുള്ള ആ വിധി സുന്നത്ത് നിങ്ങൾ പറഞ്ഞല്ലോ, ആ സുന്നത്താണോ ഇമാം ഇബ്നു ജലസ്കർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫത്വൽ ബാരി പറഞ്ഞത്? നിങ്ങൾ മറുപടി പറയണം. വീണ്ടും പറയാണ് നമ്മൾ ഷാത്തിബി ഇമാമിനെ തള്ളിയെന്ന്. കള്ളം പറയല്ലേ, ഷാത്തിബി ഇമാമിനെ തള്ളിയിട്ടില്ല. അത് ഞങ്ങളെ ഈ ത്വരീഖത്തിൽ ശൈഖാണ്, ത്വരീഖത്തിൽ നേതാവാണ്, മദ്ഹബിലല്ല. എന്താണ് ഈ ഞങ്ങൾ അബൂ ഹനീഫ ഇമാമിനെ തള്ളാറുണ്ടോ? അബൂ ഹനീഫ ഇമാം ഞങ്ങളെ നേതാവാണ്, പക്ഷെ മദ്ഹബിൽ അല്ല. പക്ഷെ നിങ്ങളെ ഇമാം ഷാത്തിബിയുടെ വാദപ്രകാരം നിന്റെ ഇമാം ശരിയല്ല. ഇമാം ഷാത്തിബിയുടെ വാദപ്രകാരം വഹാബികൾ ശരിയല്ല, മുസ്ലിമീങ്ങളല്ല. ഇമാം ഷാത്തിബിയുടെ വാദപ്രകാരം ഇമാം ഷാത്തിബിയുടെ ആ വാദത്തെ തന്റെ മദ്ഹബിൽപ്പെട്ടവർ തന്നെ വിമർശിച്ചിട്ടുണ്ട്. സുഹൈൽക്ക പഠിക്കാൻ വരി. നിങ്ങൾ ആ പാളയത്തിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടിരിയാനാ? എന്നിട്ട് സുന്നികളെ കൂട്ടത്തിന് പോരും വിഷയങ്ങളൊക്കെ പഠിക്കാം. പിന്നെ പറയാണ് ഇമാം നിങ്ങൾ ഇതെന്ത് പൊട്ടത്തരങ്ങളൊക്കെ പറയണത്? ഇമാം ഷാഫിയുടെ കിതാബല്ല ഇവിടെ തെളിവ്, ഇവിടെ ഖുർആനും ഹദീസോ തെളിവെന്ന്. പിന്നെ ഈ ഷാത്തിബി ഇമാമിന്റെ കിതാബ് ഇവിടെ തെളിവാക്കിയാരാ ആദ്യം? ഇമാം ഷാഫി, നിങ്ങൾ ഷാത്തിബി ഇമാമിന്റെ കിതാബ് കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്റെ മദ്ഹബ് ഏതാണ്? ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു. അപ്പൊ ഇമാം ഷാഫിയുടെ കിതാബ് കൊണ്ടുപോവാം. അപ്പൊ ചോദിക്കാണ് എന്തിനാ ഇമാം ഷാഫിയുടെ കിതാബ് കൊണ്ടുവരുന്നത്? ഇത് ഖുർആനും സുന്നത്ത് ചർച്ച ചെയ്യുന്ന കിതാബല്ലേ? എങ്കിൽ പിന്നെ എന്തിനാണ് ഒരു ബോധമില്ലാതെ നിങ്ങൾ ഷാത്തിബി ഇമാമിന്റെ കിതാബ് കൊണ്ടുവന്നത്? എന്തിനാ കൊണ്ടുവന്നത്? ഷാത്തിബി ഇമാം കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാം ഇത് മുഹ്ദസൻ ബിദ്അയാണ്, എല്ലാ ബിദ്അത്തും ളലാലയാണ് എന്ന് പിന്നെ എന്തിനാ കൊണ്ടുവന്ന ഷാത്തിബി ഇമാമിന്റെ കിതാബ്? പിന്നെ ചോദിക്കാണ് ഒരായത്ത് ചോദിച്ചിട്ട് ഞാൻ ആയത്ത് പറഞ്ഞു കൊടുത്തിട്ടില്ല.
നിങ്ങൾ ബേജാറ് കൊണ്ട് കേൾക്കാതിരുന്നതിന് ഞാൻ ഉത്തരവാദിയല്ല. ഇപ്പൊ പിന്നെ ചോദിക്കുന്നു, ഇപ്പൊ പിന്നെ ഇമാമുന ശാഫിഈ തങ്ങള് ഏതെങ്കിലും കിതാബിലുണ്ടോന്ന്. എന്തേ റസൂലുള്ളാന്റെ ഹദീസ് നിങ്ങൾക്ക് പറ്റൂലേ? റസൂലുള്ളാന്റെ ഹദീസിൽ സുന്നത്തുണ്ട്. നിങ്ങൾ പറഞ്ഞില്ല 5 ഹുക്കുമുകളിൽപ്പെട്ട സുന്നത്ത് കേട്ടോ. നബി തങ്ങളുടെ സുന്നത്ത് ഇമാമുന സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുൽതു വഖദ് ലഹറ ലി തഖ്രീജുഹു അലാ അസ്ലിൻ ആഖർ വഹുവ മാ അഖ്റജഹു അൽ ബൈഹഖി അൻ അനസ് റളിയല്ലാഹു അൻഹു. എനിക്ക് വേറെ ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട് മൗലിദാഘോഷത്തിന്. അത് അനസ് തങ്ങളെ തൊട്ട് ബൈഹഖി ഉദ്ധരിച്ച ഹദീസാണ്. അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖഅൻ നഫ്സിഹി ബഅദ നുബുവ മഅ അന്നഹു ഖദ് വറദ അന്ന ജദ്ദഹു അബ്ദുൽ മുത്തലിബ് അഖഅൻഹു ഫീ സാബിഇ വിലാദതിഹി വൽ അഖീഖത്തു ലാ തുആദു മററതൻ സാനിയ. തന്റെ 7ാമത്തെ ദിവസത്തിൽ സ്വന്തം വല്യപ്പ അഖീഖ അറുത്തിട്ട് പോലും നബി തങ്ങൾ നുബുവത്തിന്റെ ശേഷം അഖീഖ അറുത്തു എന്ന ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിന്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയുമോ? ഫയുജഅലു ദാലിക, അതിനെ നമുക്ക് ചുമത്തപ്പെടണം അല അന്നല്ലദീ ഫഅലഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽഹാറുൽ ലിശുക്രി അലാ ഈജാദില്ലാഹി യാഹു റഹ്മത്തൽ ലിൽ ആലമീൻ. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തിൽ നന്ദി പ്രകടിപ്പിച്ചതാണ്. വതശ്രീഉൽ ഉമ്മത്തിഹി കമാ കാന യുസല്ലി അലാ നഫ്സിഹി ലിദാലിക, സ്വന്തം സമൂഹത്തിന് പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഫയുസ്തഹബ്ബു അർത്ഥം എന്താണ്? ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ഫയുസ്തഹബ്ബു ലനാ, നമുക്ക് സുന്നത്താണ്, നമുക്ക് സുന്നത്താണ്, നമുക്ക് സുന്നത്താണ്. ഇമാം സുയൂത്തിയാണ് പഠിപ്പിക്കുന്നത്. എന്താണ് സുന്നത്ത്? ഇൽഹാറു ശുക്രി, നന്ദി വെളിവാക്കണം. ബിമൗലിദിഹി റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ ബിൽഇജ്തിമാഇ ജാഥ സംഘടിപ്പിക്കൽ കൊണ്ടും ഭക്ഷണം നൽകൽ കൊണ്ടും അതുപോലത്തത് കൊണ്ടും സന്തോഷ പ്രകടനം സുന്നത്താണ്, സുന്നത്താണ്. ഇമാം സുയൂത്തിയെക്കാളും കിതാബ് തിരിഞ്ഞ ഏത് മുജാഹിദാണ് നിങ്ങളെ കൂട്ടത്തിലുള്ളത്? ഇമാം സുയൂത്തിയെ നിങ്ങൾ തള്ളുമോ? റസൂലുള്ളാഹി തങ്ങളെ 70-ൽ ചില്ലാനും സ്വപ്നം കണ്ടാം, ശൈഖുൽ ഹദീസ് എന്ന് സ്വപ്നത്തിലൂടെ വിളിച്ചാം, ഷദറാത്തു ദഹബിൽ കാണാം. അത്രത്തോളം സ്ഥാനമുള്ള ഇമാമുന സുയൂത്തി തങ്ങള് 3 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനെ തള്ളാൻ ധൈര്യമുള്ള വല്ല മുജാഹിദും നിങ്ങളെ കൂട്ടത്തിലുണ്ടോ? അൽ ഹാവീനിൽ ഫതാവയിൽ അതേ മൗലിദ് സംഘടിക്കലും ഭക്ഷണം കൊടുക്കലും സർവത്ത് കൊടുക്കലും നെയ്ച്ചോറ് കൊടുക്കലും ബിരിയാണി കൊടുക്കലും മിഠായി കൊടുക്കലും ഒക്കെ സുന്നത്താണെന്നും ഇമാമുന സുയൂത്തി നിങ്ങൾ വിമർശിക്കുമോ? സുന്നത്ത് എന്നുള്ള ഹാവീനിൽ ഫതാവയിൽ പറഞ്ഞിട്ടില്ലേ? പിന്നെ ഫത്ഹുൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു. എന്നാ അതും കൂടി കേട്ടോ, മുകളിലുള്ള കിതാബിൽ പറയുന്നത് അതേ ബുഖാരിയിലെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് വശുക്റു ലില്ലാഹി യഹ്സുലു ബിഅൻവാഇൽ ഇബാദതി കസ്സുജൂദി വസ്സിയാമി വസ്സദഖത്തി വത്തിലാവ എന്ന് പറഞ്ഞിട്ട് അസ്കലാനി തങ്ങൾ പറയുന്നു, വഅലാ ഹാദാ, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഫയംബഗി, സുന്നത്താണ് അയ്യതഹറൽ യൗമ ബിഐനിഹി, റസൂലുള്ളാഹിന്റെ ജന്മദിനം തന്നെ ആഘോഷിക്കാൻ തെരഞ്ഞെടുക്കൽ സുന്നത്താണ്, അന്ന് തന്നെ ആഘോഷിക്കൽ സുന്നത്താണ്. ബഹുമാനപ്പെട്ട അസ്കലാനി ഇമാമുൽ ഹുഫാദ് അതേ ഇബ്നു ഹജർ അസ്കലാനി ഇമാമിനെ തള്ളുമോ? ബഹുമാനപ്പെട്ടവർ സുന്നത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മുസ്ലിയാർക്ക് അരണ്ട ബുദ്ധിയുള്ളൂ. മുസ്ലിയാരെ നിങ്ങൾ സംവാദത്തിൽ നിങ്ങൾ ആദ്യത്തെ ചോദ്യത്തിൽ ഇബ്നുൽ ഹാജൽ മാലിക്കി റഹിമഹുല്ലാഹ് ഷാഫി അല്ല, ഇബ്നുൽ ഹാജൽ മാലിക് റഹിമഹുല്ലാഹ്, അതുപോലെ ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് ലതായിഫുൽ മആരിഫ് എന്നൊക്കെ പറഞ്ഞല്ലോ. അത് കൊടുത്തപ്പോൾ നിങ്ങൾ കയ്യും പൊള്ളിയല്ലോ. എന്നിട്ടിപ്പോ വ്യക്തമായി തന്നെ ഇമാം ഷാത്തിബി റഹിമഹുല്ലാഹ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാഘോഷം കൊണ്ടാടുന്നത് ബിദ്അത്താണെന്ന് പറഞ്ഞപ്പോൾ, അതുപോലെ തന്നെ അത് കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന പറഞ്ഞപ്പോൾ ഇപ്പൊ ഞങ്ങൾക്ക് ഷാഫി മദ്ഹബിന്റെ കിതാബ് മാത്രം മതി, ഞങ്ങൾ ഷാഫി മദ്ഹബിന്റെ കിതാബുകൾ മാത്രം ഞങ്ങളോട് പറഞ്ഞാൽ മതി. ഇപ്പൊ നിങ്ങളുടെ ഇരട്ടത്താപ്പ് മനസ്സിലായോ?
മനസ്സിലായോ? നിങ്ങൾ മുങ്ങിച്ചാവാൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. ഇവിടെ ഷാത്തിബി റഹിമഹുല്ലാഹ് ഞങ്ങൾ കാഫിരീങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. എവിടെയാണ് ഇമാം ഷാത്തിബി റഹിമഹുല്ലാഹ് ഞങ്ങൾ കാഫിരീങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇനി കേട്ടോ, അശ്അരികളൊക്കെ സിന്ദീഖുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്? നിങ്ങൾ വ്യക്തമായി പൊക്കി പറയുന്ന ഇബ്നു ഖുദാമൽ മഖ്ദിസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, വലാ നഅരിഫു ഫി അഹ്ലിൽ ബിദ്അ ത്വായിഫതൻ യക്തുമൂന മഖാലതഹും വലാ യതജാസറൂന അലാ ഇദ്ഹാരിഹാ ഇല്ല الزنادقة والأشعرية. അവരുടെ വിശ്വാസം പ്രഖ്യാപിക്കാതെ ഉള്ളിൽ മറച്ചു വരിക്കുന്ന സിന്ദീഖുകളാണ് അശ്അരികൾ എന്ന് വ്യക്തമായി തന്നെ ഇബ്നു ഖുദാമൽ മഖ്ദിസി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അപ്പോ നിങ്ങൾ കാഫിരീങ്ങളാണെന്നുള്ളത് ആര് പറഞ്ഞിട്ടുണ്ട്? ഇബ്നു ഖുദാമൽ മഖ്ദിസി പറഞ്ഞിട്ടുണ്ട്. ആയത്ത് ഓതിയിട്ട് എത്ര ശരി, ആയത്ത് ഓതിയിട്ട് ഏതെങ്കിലും ഒരു മുഫസ്സിർ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മദിനാഘോഷം കൊണ്ടാടാനുള്ള തെളിവാണെന്നുള്ളത് പ്രഖ്യാപിക്കാൻ ധൈര്യമുണ്ടോ? ഏതെങ്കിലും ഒരു മുഫസ്സിർ, പ്രാമാണികമായ മുഫസ്സിർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മദിനാഘോഷം കൊണ്ടാടാനുള്ള തെളിവാണെന്ന് ഈ ആയത്ത് പറയാൻ നിങ്ങൾക്ക് ഒരു മുഫസ്സിറിൽ തെളിയാൻ സാധ്യമാണോ? മാത്രമല്ല, നിങ്ങൾ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹുവിന്റെ ഇബാറത്ത് ഞാൻ വ്യക്തമായി തന്നെ ഇട്ടിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇതിൽ വ്യക്തമായി തന്നെ ഈ പറഞ്ഞതല്ലാതെ ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ വമാ അദാ ദാലിക ഫത്തിഹാദു ഇലാ മൂസിമ ബിദ്അത്തുൻ ലാ അസ്ല ലഹു ഫി ശരീഅത്തി. നിങ്ങൾ പറയണം ഇക്കാര്യങ്ങളല്ലാതെ ഏതൊക്കെ? യൗമുൽ ഫിത്ർ, യൗമുൽ അദ്ഹ, വയ്യാമുത് തശ്രീഖ്, ഇതെന്താണ്? കൊല്ലത്തിലുള്ള ആഘോഷങ്ങൾ. അതുപോലെ തന്നെ ആഴ്ചയിലെ ആഘോഷങ്ങളായ യൗമുൽ ജുമാ. ഇതല്ലാതെ ആരെങ്കിലും ആഘോഷമായി കണ്ടു കഴിഞ്ഞാൽ ഇത് ബിദ്അത്താണ്, ഒരു അസ്ലുമില്ല. നിങ്ങൾക്ക് പറയുമോ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹം മുബ്തദിയാണെന്ന് നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? പറ. ഇപ്പൊ എന്തായി കോലം? എന്താ ഈ വഹാബിസം പിരിച്ചുവിട്ടൂടെ? രണ്ട് ചങ്ങാതിമാരും കൂടിയിട്ട് അത് ചോദിക്ക് എന്ന് പറഞ്ഞിട്ടേ ഞാൻ മേലെ ഇട്ട ഇമാം സുയൂത്തി സുന്നത്താണെന്ന് റസൂലുള്ളാഹിന്റെ വാക്കല്ലേ അത് മിണ്ടിയോ? ബൈഹഖി ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസിനെ കുറിച്ച് ആ ഹദീസിന്റെ വെളിച്ചത്തിൽ ഇമാമുന സുയൂത്തി 3 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള ഇമാമുന സുയൂത്തി സുന്നത്താണെന്ന് പറഞ്ഞിട്ട് മിണ്ടിയോ ഈ സുഹൈല്? ഇതെന്ത് പ്രസ്ഥാനമാണ്? ചോദ്യം നാണക്കേടാവുന്നു എനിക്ക് ഈ ചങ്ങൻ സംസാരിക്കാനും. പിന്നെ ചോദിക്കാണ് ഇബ്നു റജബുൽ ഹംബലിയും ഇബ്നുൽ ഹാജ് തങ്ങളും മദ്ഹബ് മാറിയിട്ട് പോലും ഞാൻ അംഗീകരിച്ചു. പിന്നെ ഞങ്ങളെ ഷാഫി മദ്ഹബിലുള്ള ഒരു അഭിപ്രായത്തോട് മറ്റുള്ള മദ്ഹബിലെ അഭിപ്രായക്കാർ യോജിച്ച് ഞങ്ങൾ അംഗീകരിക്കും. പക്ഷേ ശാത്വി ഇമാമും വ്യത്യസ്തമായിട്ടൊരു അഭിപ്രായം പറഞ്ഞു. മാലിക്കി മദ്ഹബിൽ തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് എതിർത്ത് പറഞ്ഞവരുണ്ട്. നിങ്ങൾക്ക് ചരിത്രവും മദ്ഹബും പഠിക്കാത്തതും ഞാൻ ഉത്തരവാദിയാ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളെന്താണ് ബൈഹഖി ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ടാഘോഷിക്കൽ സുന്നത്താണെന്നും ഭക്ഷണം കൊടുക്കൽ സുന്നത്താണെന്നും ജാഥ സംഘടിപ്പിക്കൽ സുന്നത്താണെന്നും മിഠായി കൊടുക്കൽ സുന്നത്താണെന്നും ബിരിയാണി കൊടുക്കൽ സുന്നത്താണെന്നും എന്ത് വെച്ചുകൊണ്ടാണ്? ഏതെങ്കിലും ആറോല വെച്ചുകൊണ്ടല്ല, മുത്തുനബിയുടെ ഹദീസ് വെച്ചുകൊണ്ട്, സ്വഹീഹായ ഹദീസ് വെച്ചുകൊണ്ട് 3 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള ഇമാം സുയൂത്തി പറഞ്ഞപ്പോ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടിയോ? മൗലവിമാരെ മനസ്സിലാക്കിക്കോ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന നിഷ്പക്ഷരായ ചിന്തിക്കുന്നവരുണ്ടോ? എന്താ സുയൂത്തി ഇമാമും റസൂലുള്ളാഹിന്റെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതിനെ കുറിച്ച് ഈ മൗലവി ഒന്നും മിണ്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു, മാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ബുഖാരിയുടെ ഹദീസ് വിശദീകരിച്ചു കൊണ്ട് റബീഉൽ അവ്വലിൽ പ്രത്യേകമായി ആഘോഷിക്കലും സുന്നത്താണ്, ഭക്ഷണം കൊടുക്കൽ സുന്നത്താണ്, ശുക്രിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ് എന്ന് പറഞ്ഞിട്ട് പോലും മൗലവി അതിനെ കുറിച്ച് ഒന്നും മിണ്ടാതെ അശ്അരി ത്വരീഖത്ത് ചർച്ചയിലേക്ക് പോവുകയാണ്. എന്നാ എഴുതിക്കോ അടുത്ത വ്യവസ്ഥ അശ്അരി ത്വരീഖത്ത് നമുക്ക് ചർച്ച ചെയ്യാം. അശ്അരി ത്വരീഖത്തല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ നബിദിനാഘോഷമാണ്. ഞാൻ ബൈഹഖിയുടെ ഹദീസ് കൊണ്ടുവന്നു, നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. ഇമാം സുയൂത്തിയുടെ വിശദീകരണം കൊണ്ടുവന്നു, മറുപടി പറഞ്ഞിട്ടില്ല. ബുഖാരിയിലെ ഹദീസ് കൊണ്ടുവന്നു, അസ്ഖലാനി ഇമാമിന്റെ വിശദീകരണം കൊണ്ടുവന്നു, മറുപടി പറഞ്ഞിട്ടില്ല. എത്ര 35 ഇമാമിങ്ങളെ ഞാൻ കൊണ്ടുവരും? നിങ്ങളെ ഇബ്നു തൈമിയ്യ അടക്കം, ഇമാം ഹലബി അടക്കം, അതുപോലെ തന്നെ ഹസൻ ബസ്രി അടക്കം, ജുനൈദുൽ ബഗ്ദാദി, സരിയുസ്
സിഖ്തി, അങ്ങനെ തുടങ്ങി ഇബ്നു കസീർ, സഖാവി, ആലൂസി, ഇബ്നു തൈമിയ്യ, ഇബ്നുൽ ജൗസി, ഇമാം ജസരി, ഹാഫിദുൽ ഇറാഖി, ഹാഫിദുൽ ദിമശ്ഖി, അങ്ങനെ തുടങ്ങി ഞാൻ പേര് എഴുതി വെച്ചിരിക്കുകയാണ്. ഇവരെല്ലാരും മൗലിദ് പറ്റുമെന്ന് പറയുന്നു. നിങ്ങൾ ഒന്നും മിണ്ടുന്നില്ല. ഇതാണോ നിങ്ങളുടെ ആദർശം? പിന്നെ ചോദിക്കാണ്, നമ്മൾ എല്ലാത്തിനും മറുപടി കൊടുക്കുക. സത്യം മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കട്ടെ. ഖുർആനില് എന്ത് അള്ളാഹു പറയാണ്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽഫറഹു വഖൈറു മിമ്മാ യജ്മഊൻ. നബിയെ, റഹ്മത്ത് കൊണ്ടും ഫദ്ല് കൊണ്ടും മുസ്ലിമീങ്ങളോട് സന്തോഷിക്കാൻ വേണ്ടി പറയണം. അപ്പൊ റഹ്മത്ത് ആരാണ്? ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു അത് മുത്തുനബിയാണ്. അപ്പൊ ചോദിക്കാണ്, ജന്മദിനത്തിൽ സന്തോഷിക്കണം എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? എന്ത് ചോദ്യാണ് അതൊന്ന് ഓർത്തു നോക്കി. റസൂലുള്ളാഹിനെ കൊണ്ട് സന്തോഷിക്കണമെന്ന് പറയുമ്പോ അത് ജന്മദിനം അതിന് ഒഴിവാ? ഒരാളെ കൊണ്ട് സന്തോഷിക്കണമെന്ന് പറയുമ്പോ ജന്മദിനം ഒഴിവാ? അത് ആമല്ലേ? എന്താണ് ഈ ആമോ ഹാസു അറിയാതെ വിവരക്കേട് വിളമ്പാനായിട്ട് വന്ന് ഞങ്ങളെ കൂട്ടത്തിൽ പറ്റുമോ? അത് ആമാണ്. ആ ആമിൽ നിന്ന് നബിദിനം ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ ഹാസ് തെളിവ് കൊണ്ടുവരണം. ഒരായത്ത് ആമായിട്ട് തന്നെ നിലനിർത്തണം. നബി തങ്ങളെ കൊണ്ട് സന്തോഷിക്കണമെന്ന് പറയുമ്പോൾ മൗലിദിലും സന്തോഷിക്കാം, ഹിജറ പോകുമ്പോഴും സന്തോഷിക്കാം, ഏത് നേട്ടം കിട്ടുമ്പോഴും സന്തോഷിക്കാം. അത് ആമിൽ തന്നെ നിലനിർത്തണം. ആ ആമ് പറ്റില്ല എങ്കിൽ, ഹാസാണ് എന്റെ ഉദ്ദേശമെങ്കിൽ, ഏത് മുഫസ്സിറാണ് ഹാസാക്കിയത്? നബിദിനാഘോഷം ആ നബി ജനിച്ച ദിവസത്തിൽ നബിയെ കൊണ്ട് സന്തോഷിക്കാൻ പാടില്ല എന്ന് ആര് പറഞ്ഞു? നിങ്ങളാ തെളിവ് കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാനുള്ളത് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിനെ വെളിച്ചത്തിൽ അസ്കലാനി ഇമാം ആഘോഷിക്കൽ സുന്നത്താണെന്ന് പറഞ്ഞ് മിണ്ടിയിട്ടില്ല. അതേ ബൈഹഖി ഉദ്ധരിച്ച ഹദീസിന് വെളിച്ചത്തിൽ സുന്നത്താണെന്ന് പറഞ്ഞ് മിണ്ടിയിട്ടില്ല. ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു ഫീഹി ഉലിത്തു എന്ന് വിശ്വസിച്ചില്ല. അതുപോലെ തന്നെ ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു ആഘോഷിക്കൽ സുന്നത്താണെന്ന് പറഞ്ഞു. അപ്പ മൗലവി ചോദിക്കുകയാണ്, അത് നബി ജനിച്ച ദിവസത്തിലല്ലേ? അത് റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. മൗലവി പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരമുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം പറയണം. നിങ്ങൾ ഉരുണ്ട് കളിച്ചാൽ നിങ്ങൾ വിടില്ല. PKM രണ്ടിനും കൂടി കുശു പറഞ്ഞു. പച്ചക്കള്ളം ഇബ്രാഹിം ഹംബലിന്റെ പേരിൽ ഒരു ഉളുപ്പുമില്ലാതെ ഇവിടെ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി ജന്മദിനാഘോഷം കൊണ്ടാടണമെന്ന് ഇബ്രാഹിം ഹംബലി പറഞ്ഞിരിക്കുന്നു. എവിടെയാണ് നബിദിനാഘോഷം എന്നുള്ളൊരു വാക്ക്? റബീഉൽ അവ്വൽ പോട്ടെ, നബിദിനാഘോഷം എന്നൊരു വാക്ക് പോലും തായിഫുൽ മആരിഫിൽ ഇല്ല. നിങ്ങളുടെ വകയാണ്. നിങ്ങൾ പിൻവലിക്കണം നിങ്ങളുടെ കളവുകൾ. അങ്ങനെ ഇബ്രാഹിം ഹംബലി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടില്ല. മാത്രമല്ല, വ്യക്തമായി തന്നെ കൊടുത്ത ഇബാറത്ത്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖദു ഷഹറൻ ഈദ വലാ യൗമൻ ഈദ, ഇതിൽ വ്യക്തമായി തന്നെ പറയുന്നു. ഇത് ഈ പറയുന്ന കാര്യങ്ങളല്ലാതെ നിങ്ങൾ ഇത് അർത്ഥം കേട്ടോ. വമാ അദാ ദാലിക വത്തിഖാദു ഈദ വമൂസിമ ബിദ്അത്തുൻ ലാ അസ്ല ലഹു ഫി ശരീഅത്തി, ഇതല്ലാതെ ആരെങ്കിലും ഈ പറഞ്ഞതല്ലാതെ ആരെങ്കിലും ജന്മദിനാഘോഷമാകട്ടെ മറ്റേതെന്താഘോഷമാകട്ടെ ഇയാൾ ചെയ്തു കഴിഞ്ഞാൽ അതിലൊരു അടിസ്ഥാനവുമില്ല എന്ന് പറഞ്ഞ ഇബ്രാഹിം ഹംബലി നിങ്ങളുടെ നബിദിനാഘോഷം കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന പച്ചക്കള്ളം നിങ്ങൾ പിൻവലിക്കണം. എവിടെ ഒരൊറ്റ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഒരൊറ്റ മുഫസ്സിർ പറഞ്ഞിട്ടില്ല. അല്ലാഹു അക്ബർ. ഒരൊറ്റ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാഘോഷം കൊണ്ടാടാനുള്ള തെളിവാണെന്നുള്ളത് ഒരൊറ്റ മുഫസ്സിറുടെ പേര് പോലും പറയാൻ കഴിയില്ല. പിന്നെ ഞാൻ മറുപടി പറയാം. എടോ, ഞാൻ മറുപടി പറയേണ്ട സന്ദർഭമല്ല. മറുപടി പറയേണ്ട സന്ദർഭത്തിൽ ഞാൻ പറയും, നിങ്ങളെ കുടുക്കി നിങ്ങളെ ശരിക്കും കൊടുത്തിട്ടുണ്ട്. ഇബ്രാഹിം ഹംബലി റഹ്മത്തുള്ളാഹി പേരിലൊക്കെ പച്ചക്കളവ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ പിടിച്ചിട്ടുണ്ട്. അതുപോലെ ഇബ്നുൽ ഹാജിന്റെ റഹ്മത്തുള്ളാഹി പേര് പഠിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ കൊണ്ടുവന്ന ഹദീസിന്റെ കാര്യം ഒന്ന് നോക്കാം. ഇമാം നവവി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ മജ്മൂഇൽ പറയുന്നു, നോക്കൂ. أن النبي صلى الله عليه وسلم عق عن نفسه بعد النبوة هذا حديث باطل قال البيهقي هو حديث منكر. ബൈഹഖി തന്നെ പറഞ്ഞത് മുൻകറായ ഹദീസാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി പറയുന്നത് ബാത്തിലാണ്. ഇനി അടുത്ത റിവാർഡ് നോക്കൂ. വറവൽ ബൈഹഖി ബിസ്നാദി അൻ അബ്ദുർ റസ്സാഖ് ഖാല ഇന്നമാ തറക്കു അബ്ദുല്ലാഹി മുഹറർ ബിസർബി ഹാദൽ ഹദീസ്. ഈ പറയപ്പെടുന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടിരുന്ന കാരണം അബ്ദുല്ലാഹി മുഹറർ എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട്.
وقال البيهقي قد روي ഇനി വേറെ റിപ്പോർട്ട് നോക്കിക്കോ هذا الذي من وجه آخر വേറെ അൻ ഖത്താദ മിൻ വജിൻ ആഖർ അൻ അനസ് വലൈസ ബിശൈഇൻ അതും ഒന്ന് തന്നെയല്ല അഥവാ അതും സഖാഫി പോലെ ഒന്നുമല്ല ഫഹുവ ഹദീസുൻ ബാത്തിലുൻ അതും ബാത്തിലായ കാര്യമാണ്. നിങ്ങൾക്ക് ഖുർആൻ തെളിവില്ല, ഒരൊറ്റ ആയത്തും ഒരൊറ്റ മുഫസ്സിറും ഇത് എന്ത് ചെയ്തിട്ടില്ല, ഖുർആൻ നബിദിനാഘോഷം കൊണ്ടാണ് തെളിവല്ല. നിങ്ങൾ കൊണ്ടുവന്ന ഹദീസ് അതിലും ഇല്ല. ആ ഹദീസും എന്താണ് ബാത്തിലാണെന്നുള്ളത് ഇമാം നവവി റഹ്മത്തുള്ളാഹി മജ്മൂ ശറഹുൽ മുഹദ്ദിസിൽ പറയുന്നു. ഇമാം ഇബ്നു അൽ ഹംബലി റഹ്മത്തുള്ളാഹി ഇബാറത്തിട്ടിരിക്കുന്നു, നിങ്ങൾ വായിച്ച അർത്ഥം വെക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ഈ അവസാന ചാൻസ് നിങ്ങൾ വെക്കണം, അർത്ഥം വെക്കണം. ഇതല്ലാതെ ഒരാൾ ആഘോഷം കൊണ്ടാടി കഴിഞ്ഞാൽ അത് ബിദ്അത്താണ്, ഒരു അടിസ്ഥാനമില്ല എന്നുള്ള വാക്ക് നിങ്ങൾ പറയണം, ധൈര്യമുണ്ടെങ്കിൽ പറയണം. സുബ്ഹാനല്ലാഹ്. വഹാബികളെ, നിങ്ങളോട് അള്ളാഹു പൊറുക്കില്ല കേട്ടോ, നിങ്ങളോട് അള്ളാഹു പൊറുക്കില്ല. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ, ഞാൻ ആദ്യം ഇട്ടിട്ടുള്ളത് ഫൽ ഹദീസ് ഖവിയുൽ ഇസ്നാദ് എന്ന ചുവന്ന എഴുത്തുള്ളത് ഫതുഹുൽ ബാരിയാണത്. അസ്തലാനി ഇമാം എഴുതിയതാണ്. ഈ സുഹൈൽ പച്ചക്കള്ളം പറഞ്ഞു, പച്ചക്കള്ളം പറഞ്ഞു. സുഹൈലെ, അള്ളാഹനെ നീ പേടിച്ചോളണം. ഈ ബൈഹഖിയുടെ ഹദീസ് പല സനദുകളിലൂടെ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അസ്തലാനി തങ്ങൾ പറയുകയാണ്, സാനിഹിമ രണ്ടാമത്തെ സനദ് മിൻ റിവായത്തി അബീ ബക്കർ മുസ്തംലി അനിൽ ഹൈതം ഇബ്നു ജമീൽ വ ദാവൂദ് ഇബ്നുൽ മുഖയ്യർ ഖാല ഹദ്ദസന അബ്ദുല്ലാഹി ഇബ്നുൽ മുസന്ന അൻ സുമാമത അൻ അനസ്. ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ട്. അതേ, ഇതിൽ രണ്ടാൾക്കാരെ പേര് വരുന്നുണ്ട്. ഒന്നെന്താണ് ഹൈസം, മറ്റൊന്ന് ദാവൂദ്. രണ്ടുപേരും ഒരാളെ പോലെ വന്നതാണ്. അതാ അവിടെ പറയുന്നു ദാവൂദ് ലഈഫുൻ, ദാവൂദ് എന്ന് പറയുന്ന ആള് ലഈഫാണ്. പക്ഷേ ലാകിന്നൽ ഹൈസം സിഖത്തുൻ, ഈ ഹൈസം എന്ന് പറയുന്ന ആള് സിഖത്താണ്. വ അബ്ദുല്ലാഹ് മിൻ റിജാലിൽ ബുഖാരി, അബ്ദുള്ളയാണെങ്കിലോ ബുഖാരിയുടെ റിപ്പോർട്ടർമാരിൽ പെട്ടവരാണ്. അതുകൊണ്ട് ഫൽ ഹദീസ് ഖവിയുൽ ഇസ്നാദ്, ഈ ഹദീസ് നല്ല ഹദീസാണെന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി. പിന്നെ രണ്ടാമത്തത് നോക്കൂ, ഇതേ പ്രയോഗം തന്നെ ഇവരുടെ നേതാവ് തുഹ്ഫത്തുൽ അഹ്വദിയിൽ മുബാറക് ഫൂരിയും പറയുന്നു. അതേ, ഫൽ ഹദീസ് ഖവിയുൽ ഇസ്നാദ്. ഈ സുഹൈൽ പറഞ്ഞത് വേറെ ഏതോ ഒരു കള്ള റാവിയെ കുറിച്ചാണ്. ആ റാവി ഈ വിഷയത്തിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. ഞങ്ങൾ കൊണ്ടുവന്നത് ഫതുഹുൽ ബാരി പറഞ്ഞ റാവിയാണ്. ഫതുഹുൽ ബാരി പറഞ്ഞ റാവിയെ തള്ളാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ സുഹൈലെ? പച്ചക്കള്ളം, ദജ്ജാലൂന കദ്ദാബൂന. നിങ്ങൾ ഈ ലാസ്റ്റ് ഇത് പറയും, കാരണം ഇനി നിങ്ങൾക്ക് പറയാനില്ലല്ലോ. ലാസ്റ്റ് നിങ്ങൾ പറയും, കാരണം പിടിച്ചു കെട്ടാൻ വകുപ്പില്ല. ലാസ്റ്റ് നിങ്ങൾ കള്ളം പറഞ്ഞതാണ്, നിങ്ങൾ പച്ചക്കള്ളം പറഞ്ഞതാണ്. ഫതുഹുൽ ബാരി എടുത്തു നോക്ക്, തുഹ്ഫത്തുൽ അഹ്വദി എടുത്തു നോക്ക്. പിന്നെ ഇബ്നു റജബുൽ ഹംബലിയുടെ പിന്നെ കള്ളം പറഞ്ഞു പോലും. ചങ്ങാതി ഇബ്നു റജബുൽ ഹംബലി, ഞാൻ മേലെ ഇട്ടിട്ടുണ്ട് കിതാബ്. അതേ, ബഹുമാനപ്പെട്ടവരോട് സുഇലാൻ സൗമിൽ ഇത്നൈനി ഫഖാല ഫീഹി ഉലിതു, ഞാൻ ജനിച്ച ദിവസമാണ്. ആ ഹദീസ് വിശദീകരിച്ചു പറയുന്നു, ഇശാറത്തുൻ, ഇത് സൂചിപ്പിക്കുന്നു ഇലസ്തിഹ്ബാബി സിയാം, നോമ്പെടുക്കൽ സുന്നത്താണ്. അതിന്റെ താഴെ പറയുന്നു നന്ദി രേഖപ്പെടുത്തലും സുന്നത്താണ്. നന്ദി രേഖപ്പെടുത്തുന്നത് പല രൂപത്തിലും ആകാം, പല രൂപത്തിലും ആകാം. അതാണ് ഇബ്നു ഹജറിന്റെ അതേ ബഹുമാനപ്പെട്ട അസ്ഖലാനി ഇമാമിന്റെ ഉദ്ധരണി ഞാൻ കൊണ്ടുവന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പച്ചക്കള്ളം മാത്രമാണ് ഈ സുഹൈലിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഫതുഹുൽ ബാരി ആർക്കും എടുത്തു നോക്കാം. അവസാനമായി പറയാനുള്ളത്, ഈ വർഗത്തെ കുറിച്ച് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ദജ്ജാലൂന കദ്ദാബൂന, പച്ചക്കള്ളം മാത്രം പറഞ്ഞിട്ട് വിജയിക്കാൻ നോക്കുക. നമുക്കൊന്നും ഒരു കള്ളത്തലൂടെ കാണിച്ചിട്ടില്ല. ഇബ്നു റജബുൽ ഹംബലിയുടെ കിതാബ് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എത്ര ഇമാമിങ്ങളെ ഉദ്ധരിച്ച് മിണ്ടിയിട്ടുണ്ടോ. അസ്ഖലാനി ഇമാം സുന്നത്തെന്ന് പറഞ്ഞു, സുയൂത്തി ഇമാം സുന്നത്തെന്ന് പറഞ്ഞു. ഈ സംവാദത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഞാൻ സുയൂത്തി ഇമാമിനെ പറഞ്ഞു, അസ്ഖലാനിയെ
പറഞ്ഞു, ഇബ്നുൽ ഹാജിനെ പറഞ്ഞു, സുഹൈൽ മിണ്ടിയിട്ടില്ല, മിണ്ടാനും കഴിയില്ല ഇലാ യൗമിൽ ഖിയാമ. അതുകൊണ്ട് പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തുകാരെ, സുഹൈലിനെ വലിച്ചെറിയാം, PKM-നെ വലിച്ചെറിയാം, ഫൈസലിനെ വലിച്ചെറിയാം, മുജാഹിദ് ബാലുശ്ശേരി വലിച്ചെറിയാം, സക്കരിയ സ്വലാഹി വലിച്ചെറിയാം, KNM-നെ വലിച്ചെറിയാം. നമുക്ക് സ്വീകരിക്കാം അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി. ബുഖാരി ഉദ്ധരിച്ചുകൊണ്ടല്ലേ മൗലിദിന് ചീരണി കൊടുക്കാമെന്ന് പറഞ്ഞത്, ജാഥ സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞത്. മിണ്ടിയോ? അതുപോലെ തന്നെ ഇമാമിനെ സുയൂത്തി. ആരാണ് ഇമാം സുയൂത്തി? 70 ചില്ലാനം തവണ മുത്തുനബിയെ സ്വപ്നം കണ്ട. ഒരിക്കൽ സ്വപ്നത്തിലൂടെ ആ ശൈഖുൽ ഹദീസ് എന്ന മുത്തുനബി വിളിച്ച ശൈഖുൽ ഹദീസായ 3 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി മൗലിദ് പറ്റും, ജാഥ പറ്റും, മീലാദ് പറ്റും, ചീരണി പറ്റും, അവരെ നമുക്ക് അനുകരിക്കാം, ഈ മൗലവിമാരെ തള്ളിക്കളയാം. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉമർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉസ്മാൻ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 35ഓളം ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവരൊറ്റൊന്നിന് ഉത്തരം നൽകിയിട്ടില്ല. ഞാൻ വെറുതെ പറയുന്നതല്ല. തുടക്കം മുതൽ ഒടുക്കം വരെ ഏത് നിഷ്പക്ഷരായ ചിന്തിക്കുന്നവർക്കും എടുത്തു നോക്കിയാൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല തോറ്റു തുന്നം പാടിയ ഈ ഒരു സമൂഹത്തിൽ നിന്നും അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ബുഖാരിയുടെ ഹദീസിനെ തള്ളിയ, അതുപോലെ തന്നെ ബൈഹഖിയുടെ ഹദീസ് തള്ളിയ ഈ ഒരു സമൂഹത്തിന്റെ ഷർറിൽ നിന്നും അല്ലാഹു നമ്മെ നമ്മുടെ ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. وقل جاء الحق وزهق الباطل إن الباطل كان زهوقا. സഹോദരന്മാരെ, ഇവിടെ മുസ്ലിയാര് ദജ്ജാലൂന കസ്സാബൂന എന്നൊക്കെ ഉറക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ യഥാർത്ഥത്തിൽ കള്ളത്തരവും അതുപോലെ കബളിപ്പിക്കലും അതുപോലെ ഇല്ലാത്ത കാര്യങ്ങൾ പണ്ഡിതന്മാരെ പേരിൽ പറഞ്ഞത് ആദ്യം തന്നെ പഠിച്ചിട്ടുണ്ട്. മനസ്സിലായിക്കോ? ആദ്യം തന്നെ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി ജന്മദിനാഘോഷം കൊണ്ടാടാൻ എന്നുള്ളത് ഒരു ഇബാറത്ത് പോലും ആദ്യം പറയാതെ, എന്നിട്ടോ ഇബാറത്തിൽ റബീഉൽ അവ്വൽ എന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി ജന്മദിനാഘോഷം എന്നില്ല, മാത്രമല്ല വ്യക്തമായി തന്നെ ഇബാറത്ത് കൊടുത്തു. എന്ത്? ഇപ്പറഞ്ഞ കാര്യങ്ങളല്ലാതെ ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി ജന്മദിനാഘോഷം കൊണ്ടാടി കഴിഞ്ഞാൽ അത് എന്താണ്? ബിദ്അത്താണ്, ഒരു അസ്ലുമില്ല എന്നുള്ളത് പറഞ്ഞു. എന്നിട്ട് ആ ഇബാറത്തിന് തൊട്ടിട്ടില്ല. ഇൻഷാ അല്ലാഹ് ആദ്യമായി നമുക്ക് പറയുന്നത്, ഇവിടെ മഹാനായ ശാത്തിബി റഹ്മഹുല്ലാഹ് എന്ന് പറഞ്ഞു, ഞങ്ങളുടെ ഒരു നേതാവ് എന്ന് പറഞ്ഞു. ആ നേതാവ് തന്നെ ബിദ്അത്തിനെ വിശദീകരിച്ച് നമുക്ക് നോക്കാം. ഫൽ ബിദ്അത്തു ഇദൻ ഇബാറത്തുൻ അൻ തരീഖത്തുൻ ഫിദ്ദീൻ മുഖ്തറഅത്തുൻ തുളാഹി ശർഇയ്യ യുഖ്സദു ബിസ്സുലൂക് അലൈഹാ അൽ മുബാലഗത്തു ഫി തഅബ്ബുദി ലില്ലാഹി സുബ്ഹാന. അഥവാ ബിദ്അത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പാതയാണ്, ഇങ്ങനെയുള്ള പാതയാണ്, പുതുതായി ഉണ്ടാക്കിയ ഒരു പാതയാണ്. എന്താണ് അതിന്റെ ആ സിഫത്ത്? തുളാഹി ശർഇയ്യ, ശരീഅത്തിന് സാദൃശ്യമുള്ള നിലക്കുള്ള ഒരു കാര്യമാണ്. യുഖ്സദു ബിസ്സുലൂകി അലൈഹാ അൽ മുബാലഗത്തു ഫി തഅബ്ബുദി ലില്ലാഹി തആല. ഇതിന്റെ ഉദ്ദേശം എന്താണെന്നറിയോ? അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലാഹുവിലേക്ക് കൂടുതൽ പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് അതിന് കവിയുന്ന കാര്യമാണ് ഈ ബിദ്അത്ത് എന്ന് ശറഇൽ പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് വ്യക്തമായി തന്നെ ഉദാഹരണം കൊടുക്കുന്നു. വമിൻഹൽ ഇൽതിസാമുൽ കൈഫിയത്തുൽ ഹയാത്തുൽ മുഅയ്യന കദ്ദിക്രി ബിഹയത്തിൽ ഇജ്തിമാ അലാ സൗതിൻ വാഹിദിൻ. ഏതുപോലെ സമസ്തക്കാർ ചെയ്യുന്ന കൂട്ടപ്രാർത്ഥന ഉണ്ടല്ലോ, ആ കൂട്ടപ്രാർത്ഥന ശറഇലെ ബിദ്അത്താണ്. കുല്ലു ബിദ്അത്തിൻ ദലാല, അഥവാ നിങ്ങൾ മുബ്തദീങ്ങളാണ് എന്ന് വ്യക്തമായി തന്നെ ഇമാം ശാത്തിബി റഹ്മത്തുള്ളാഹി അദ്ദേഹം പറയുന്നു. തീർന്നിട്ടില്ല ഇജ്തിഹാദ് യൗമുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി ജന്മദിനാഘോഷം കൊണ്ടാടുന്നത് അത് ബിദ്അത്താണ് എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല അദ്ദേഹം ഒരു ഫത്വ തന്നെ കൊണ്ടുവരുന്നുണ്ട്. ആ ഫത്വയിലും അദ്ദേഹം പറയുന്നത് എന്തെന്നറിയോ? അദ്ദേഹം പറയുന്നു, ആരെങ്കിലും ഈ നബിദിനാഘോഷത്തിന് വേണ്ടിയിട്ട് ഈ നബിദിനാഘോഷം കൊണ്ടാടുകയാണെങ്കിൽ അത് ബിദ്അത്താണ്. അദ്ദേഹം പറയും, അന്ന ഇഖാമത ലൈലത്തുൽ മൗലിദ് ലിൽ വസ്ഫിൽ മഅഹൂദ് ബൈനന്നാസ് ബിദ്അത്തുൻ മുഹ്ദസത്തുൻ വകുല്ലു ബിദ്അത്തിൻ ളലാല ഫൽ ഇൻഫാഖു അലാ ഇഖാമത്തിൽ ബിദ്അ ലാ യജൂസു വൽ വസിയത്തു ബിഹാ ഗൈറു നാഫിദ ബൽ യജിബു അലൽ ഖാദി ഫസ്ഖുഹു. ആരെങ്കിലും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ ജന്മദിനാഘോഷം കൊണ്ടാടി കഴിഞ്ഞാൽ ആ കൊണ്ടാടുന്ന കാര്യം എന്താണ്? കുല്ലു ബിദ്അത്തിൻ ളലാല എന്നുള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ ഇവരുടെ നേതാവ് തന്നെ, ഇവർ പ്രഖ്യാപിച്ച നേതാവ് തന്നെ പറഞ്ഞിരിക്കുന്നു അൽഹംദുലില്ലാഹ് കുല്ലു ബിദ്അത്തിൻ ളലാല എന്നുള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന കാര്യമാണ്. ഇനി ഇവിടെ എന്ത് ചെയ്തെന്നറിയോ? നമ്മുടെ സഹോദരൻ, നമ്മുടെ ഹുസൈൻ സഖാഫി എന്ന് പറയുന്ന ആള്, അദ്ദേഹം ഇബ്നു റജബ് അൽ ഹംബലിയുടെ പേരിൽ പച്ചക്കള്ളമാണ് പറഞ്ഞിട്ടുള്ളത്. പച്ചക്കള്ളം. അവിടെ ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ ഒരു കിതാബിലും നബി സല്ലല്ലാഹു അലൈഹി ജന്മദിനാഘോഷം റബീഉൽ അവ്വൽ കൊണ്ടാടാൻ പാടില്ല, ജന്മദിനാഘോഷം തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഇയാളുടെ വകയാണ്, പച്ചക്കള്ളമാണ്. അദ്ദേഹം പറയുന്ന വ്യക്തമായി ഇബാറത്ത് എന്നറിയോ? ലാ യുശ്റഉ യസ്തഹദൽ മുസ്ലിമൂന ഈദ ഇല്ലാ മാ ജഅഅ ശരീഅത്തു ബിത്തിഹാദി ഈദ. അഥവാ മുസ്ലിമീങ്ങൾക്ക് ആഘോഷമായിട്ട് എല്ലാം ഹറാമാണ്, ഏതൊഴികെ ശരീഅത്തിൽ വ്യക്തമായി തന്നെ അതിൽ തെളിവെന്ന കാര്യങ്ങൾ ഒഴികെ. അതെന്തൊക്കെയാണ്? യൗമുൽ ഫിത്രി വയൗമുൽ അദ്ഹ വഅയ്യാമുത് തശ്രീഖ് വഹിയ അയാദുൽ ആം വയൗമുൽ ജുമഅ വഹുവ ഈദുൽ ഉസ്ബൂ വമാ അദാ ദാലിക ബിത്തിഹാദി ഈദ വമൂസിമ ബിദ്അത്തുൻ ലാ അസ്ല ലഹു ഫി ശരീഅത്തി. ഇനി ഇതല്ലാതെ ആരെങ്കിലും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് വ്യക്തമായി തന്നെ ബിദ്അത്താണ്, ഒരു അസ്ലും എന്തില്ല, ശരീഅത്തിലില്ല എന്ന് ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടും എത്ര പ്രാവശ്യം പറഞ്ഞിട്ടും അദ്ദേഹത്തിന് ഈ ഇബാറത്ത് കൊടുത്തിട്ടും അദ്ദേഹം ഈ ഇബാറത്ത് വായിച്ചിട്ട് അർത്ഥം വെക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം പലപൂർവ്വം പച്ചക്കള്ളം ഇബ്നു റജബ് അൽ ഹംബലിയുടെ പേരിൽ തട്ടിവിട്ടിരിക്കണം, ഒരിക്കലും പൊറുക്കില്ല. എന്നിട്ട് മറ്റുള്ളവനെ ദജ്ജാലുനെ കസ്സാബുനെ പറയണോ? അതൊക്കെ അവിടെ കയ്യിൽ വെച്ചാൽ മതി. ഞാൻ വായിച്ചത് വ്യക്തമായി തന്നെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ ശറഹുൽ മുഹദ്ദബിൽ 3 സനദിലൂടെയുള്ള കാര്യം ഈ ഹദീസൊക്കെ ബാത്തിലാണെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ എവിടെയും സനദ് ഉദ്ദേശിച്ചിട്ടില്ല, നിങ്ങൾ എവിടെയും ഇതിന് പിക്ച കൊടുത്തിട്ടില്ല, നിങ്ങൾ പറഞ്ഞിട്ടില്ല ഈ സനദിലൂടെ വന്നതാണെന്ന് എവിടെയും പറഞ്ഞില്ല. മാത്രമല്ല ഇമാം നവവി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ മജ്മൂഇൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൽ വന്ന 3 സനദുകളും ബാത്തിലാണെന്ന് പറഞ്ഞിട്ട് വേറെ ഒരു സനദിനെ പറ്റി അദ്ദേഹം ചർച്ച ചെയ്തിട്ടല്ല. ഈ ഹദീസിനെ പറ്റി തന്നെ പറയുന്നുണ്ട്, ഈ ഹദീസ് ബാത്തിലാണെന്ന്. 3 വജ്ഹിലൂടെ വന്ന കാര്യം ബാത്തിൽ അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നത്. എന്താണ് ഇപ്പൊ അവിടെ വലിയ തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി 90 പ്രാവശ്യം കണ്ട സുയൂത്തി അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസിനെ ഉദ്ദേശിച്ച് അക്കൻ നഫ്സി ബഅദൻ നബുവ, അതുപോലെ വേറെ ഹദീസിനെ വെച്ചുകൊണ്ട് അതാത്ര വലിയ തെളിവ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ കണ്ട സഹാബികൾ 90 അല്ല അതിലധികം നേർക്ക് നേരെ കണ്ട സഹാബികൾ അവരൊറ്റ ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാഘോഷം എന്ന നിലക്ക് ഒരു ഇബാദത്തോ ഒരു സന്തോഷ പ്രകടനമോ അവരുടെ എന്ത് ചെയ്തിട്ടില്ല, അവർ കൊണ്ടുവന്നിട്ടില്ല. അതിനാൽ അവരുടെ മാർഗമാണ് ഞങ്ങൾ പിൻപറ്റുന്നത്, അതല്ലാതെ നിങ്ങളുടെ വകയുള്ള ശുഭഹാത്തുകളോ കാര്യങ്ങളല്ല. പിന്നെ ഈ പണ്ഡിതന്മാരൊക്കെ എന്താണ് ബിദ്അത്ത് ചെയ്തവരാണോ അതിന് ഞാൻ വ്യക്തമായി തന്നെ മറുപടി കൊടുത്തു. പക്ഷേ മുസ്ലിയാർ അതില്ല, അത് തൊടുന്നില്ല. ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി, നിങ്ങൾ നേതാവെന്ന് പറഞ്ഞ ഷാത്തിബി റഹ്മത്തുള്ളാഹി പറഞ്ഞല്ലോ, അദ്ദേഹം കൊടുക്കുന്നു ഒരു ഫസ്ൽ തന്നെ കൊടുക്കുന്നു. എന്ത്? അഖ്സാമുൽ മൻസൂബിയ ഇലൽ ബിദ്അ എന്നുള്ള ആ ഫസ്ലിൽ പറയുന്ന കാര്യം കേൾക്കുക. നിങ്ങൾ എന്താണെന്നറിയോ? ലാ യഖ്ലുൽ മൻസൂബ് ഇലാ ബിൽ ബിദ്അത്തി അൻ യകൂന മുജ്തഹിദൻ ഫീഹാ. എന്താണ് ഇവിടെ ഒരു കാര്യം? മുജ്തഹിദായ പണ്ഡിതനെ അദ്ദേഹത്തിൽ നിന്നും വരുന്ന ഒരു കാര്യത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹം മുബ്തദിയാണെന്നുള്ളത് കേട്ടി പറയാൻ പറ്റില്ല. കേട്ടോളൂ, അൻ യസിഹ കൗനുഹു മുജ്തഹിദൻ ഫൽ ഇബ്തിദാഉ മിൻഹു ലാ യഖഉ ഇല്ലാ ഫൽതതൻ വബിൽ അർദി ലാ ബിദ്ദാതി. അദ്ദേഹത്തിൽ നിന്നും വരുന്ന ഏത് പണ്ഡിതനാകട്ടെ, ഇപ്പൊ നിങ്ങൾ പറയല്ലോ ഞാൻ ഇത് തൊട്ടില്ല അത് തൊട്ടില്ല എന്നല്ലോ, ഏത് പണ്ഡിതൻ പറഞ്ഞു തന്നാലും അവരിൽ നിന്നും വരിക്കുന്ന തെറ്റുകൾ അത് എന്താണ്? ഒരിക്കലും എന്തല്ല, അവരിൽ നിന്ന് വരുന്ന ഈ ബിദ്അത്തുകളൊക്കെ ഒരിക്കലും അതല്ല, അവരിൽ നിന്നും എപ്പോഴും ഉണ്ടാകുന്നതല്ല. വബിൽ അർദി ലാ ബിദ്ദാതി വഇന്നമാ തുസമ്മാ ഗൽദതൻ ഔ ദല്ല. അവരിൽ നിന്നും എന്താണ് എന്തെങ്കിലും വീഴ്ച പറ്റിയെന്നോ അല്ലെങ്കിൽ അശ്രദ്ധ പറ്റിയെന്നോ അല്ലെങ്കിൽ തെറ്റ് പറ്റിയെന്നോ പറയുകയല്ലാതെ അവർക്ക് എന്തല്ല, അവർ മുബ്തദീങ്ങളാണെന്നുള്ള അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിന്റെ ആളുകൾ പറഞ്ഞില്ല. ഇത് ഞങ്ങളുടെ ഖവായിദാണ്, മനസ്സിലാക്കിക്കോ. അതല്ല നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് തോന്നുന്ന ആൾക്കാരൊക്കെ മുബ്തദീങ്ങളാക്കും, തോന്നുന്ന ആൾക്ക് നിങ്ങൾ എന്ത് ചെയ്യില്ല, മുബ്തദീങ്ങളാക്കില്ല. ഏതുപോലെ ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി വ്യക്തമായി തന്നെ കുല്ലു ബിദ്അത്തിൻ ളലാല എന്നുള്ള അടിസ്ഥാനത്തിൽ പറഞ്ഞു. എന്ത്? ഈ നബിദിനാഘോഷം ബിദ്അത്താണ് പറഞ്ഞു. എന്നിട്ടോ ഇത് പറഞ്ഞു ഇത് ഞങ്ങളുടെ നേതാവ് പറഞ്ഞു. വ്യക്തമായി കുല്ലു ബിദ്അത്തിൻ ളലാല അതായത് ഞങ്ങളുടെ തരീഖത്തിലെ നേതാവ് മാത്രമാണ്, മദ്ഹബിലെ നേതാവല്ല എന്നുള്ളത് നിങ്ങൾ മാറ്റി പറയുന്നു. മുസ്ലിയാർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ജീവിച്ചിരുന്ന കാലഘട്ടത്ത് എന്തില്ല തറാവീഹ് മുതഫദ്ദിഖായി നമസ്കരിച്ചത്. പച്ച കള്ളമാണ് പറഞ്ഞത്. ഇവിടെ വ്യക്തമായി തന്നെ സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ മുതഫദ്ദിഖായിട്ടില്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ ജമാഅത്തായിട്ടാണ് നമസ്കരിച്ചത്, മുതഫദ്ദിഖായിട്ടല്ല. നിങ്ങൾ അത് പിൻവലിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിലാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഇബ്നുൽ ഹാജ് റഹിമഹുല്ലാഹ് നിങ്ങൾ എന്ത് പറഞ്ഞു, ഇവിടെ നിങ്ങൾ പറഞ്ഞു ബിസ്സമായി എന്ന് പറഞ്ഞല്ലോ. അതിന്റെ ശേഷം ഫഇൻ ഖലാ മിൻഹു, അതിൽ നിന്നൊക്കെ അഥവാ ഈ ഹറാമായ കാലിൽ നിന്നൊക്കെ വിട്ടു കഴിഞ്ഞാൽ വഅമില തആമൻ ഫഖദ്, വെറും ഭക്ഷണ വിതരണം മാത്രം ഉദ്ദേശിക്കാണ്. വനവാ ബിഹിൽ മൗലിദ വദാ ഇലൈഹിൽ ഇഖ്വാന, എന്ത് സഹോദരങ്ങളൊക്കെ അതിലേക്ക് ക്ഷണിക്കുന്നു. വസലിമ മിൻ കുല്ലി മാ തഖദ്ദമ ദിക്റു, നാം മുമ്പ് പറഞ്ഞ ഹറാമുകളൊക്കെ എല്ലാം തന്നെ നാം അതിൽ നിന്ന് നമുക്ക് സംരക്ഷിതമെന്ന് വിചാരിക്കാം. ഫഹുവ ബിദ്അത്തുൻ മിനസ്സിനിയതിഹി, എന്നാലും അതെന്താണ്, ബിദ്അത്താണ്. ഫഖദ്, എന്ത് ആ ഉദ്ദേശത്താൽ എന്താണ്, അത് ബിദ്അത്ത് തന്നെയാണ്. കാരണം എന്താണ്, അന്ന ദാലിക സിയാദത്തുൻ ഫിദ്ദീൻ, ഈ പറയുന്ന കാര്യം എന്താണ്, ദീനിലേക്ക് പുതുതായി കൊണ്ടുവന്ന കാര്യമാണ്. വലൈസ മിൻ അമലി സലഫിൽ മാദീന വത്തിബാ സലഫുൽ ഔലാ, അത് എന്താണ് വ്യക്തമായി തന്നെ സലഫുസ് സാലിഹീങ്ങൾ അഥവാ സഹാബികളും താബീങ്ങളും തബഉ താബീങ്ങളും ഇമാമിങ്ങളൊക്കെ ചെയ്യാത്ത ഒരു കാര്യമാണ്. അങ്ങനെ പ്രത്യേകമായിട്ട് ഒരു പ്രത്യേകം ഒരു നിയത്തോടുകൂടി അങ്ങനെ പ്രത്യേകമായ രീതിയിൽ ചെയ്യുന്നത്, ഒരു ഇബാദത്തായി ചെയ്യുന്നത് അങ്ങനെ ഇല്ല. എന്നിട്ടോ നാം എന്ത് ചെയ്യണം, നാം ഒത്തിബാഉ സലഫ്, നമ്മൾ ഈ സലഫുസ് സാലിഹീങ്ങളെ ഇത്തിബാ ചെയ്യണം. മാത്രമല്ല അവരെന്ത് ചെയ്യണം ആ രീതിയിൽ. കാരണം എന്താ, കാരണം ലിഅന്നഹു അശദ്ദുൻ നാസ് ഇത്തിബാഅൻ ലിസുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തിനെ ഏറ്റവും കൂടുതൽ ഇത്തിബാ ചെയ്യുന്ന ആരാണ്, ഈ അസ്ഹാബുകളാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടുതൽ ഏറ്റവും കൂടുതൽ തഅലീം, അത് ആദരവുള്ളവരാണ് ഈ അസ്ഹാബുകളാണ്. അവരെയാണ് നാം പിന്തുടരേണ്ടത്. അവരിൽ വലം യുൻകൽ അന്ന ഹദിൻ മിൻഹും, അവരിൽ നിന്നും ഒരൊറ്റ റിപ്പോർട്ടും വന്നിട്ടില്ല അന്നഹു നവൽ മൗലിദ, ആ മൗലിദ് എന്ന ഉദ്ദേശത്തോടെ ഇങ്ങനെ പ്രവർത്തനം ചെയ്യുന്നത് അവരിൽ നിന്നും ഒരൊറ്റെണ്ണത്തിൽ നിന്നും ഇല്ല, വന്നിട്ടില്ല. എന്നിട്ട് ഇതാണോ ഇബ്നുൽ ഹാജി നിങ്ങളാണ് പറഞ്ഞു, ഇബ്നുൽ ഹാജിന്റെ ഈ ഭാഗത്ത് തൊട്ടിട്ടില്ല, നിങ്ങൾ മറച്ചു വെച്ചു. നിങ്ങൾ എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസം എന്നത് വളരെയധികം ശുക്ർ ചെയ്യേണ്ടതെന്നുള്ള ആ ഭാഗം മാത്രം വായിച്ചുകൊണ്ട് ഇവിടെ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ്, ഇബ്നുൽ ഹാജ് മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞ ഈ കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ബിദ്അത്താണെന്നുള്ള കാര്യം നിങ്ങൾ മനഃപൂർവ്വം മറച്ചു വെച്ചു. ഇവിടെ ദജ്ജാലൂന കദ്ദാബൂൻ എന്ന് പറഞ്ഞുകൊണ്ട് അത് നിങ്ങളുടെ സ്വഭാവം. നിങ്ങൾ ഇവിടെ ഇബ്നുൽ ഹാജ് റഹിമഹുല്ലാഹ് കിതാബ് കട്ടു, അതുപോലെ ഇബ്നു റജബ് അൽ ഹംബലിയുടെ ഒക്കെ നിങ്ങൾ പച്ചക്കള്ളം ആഘോഷം, നബിദിന ആഘോഷം പറഞ്ഞു. അതുപോലെ തറാവീന്റെ ഹദീസും ഒക്കെ എന്ത് ചെയ്തു, തറാവീന്റെ ഹദീസൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചക്കള്ളം പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവന്ന ഹദീസ് വ്യക്തമായി തന്നെ ഇമാം നവവി റഹിമഹുല്ലാഹ് പൂർണ്ണമായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ആ 3 വജ്ഹകളും ബാത്തിലാണ്, വേറൊരു വജ്ഹം അധികം കൊണ്ടുവന്നില്ല. നിങ്ങൾ ഇവിടെ ഒരു സനദ് ഇട്ടുകൊണ്ട്, ഇന്ന സനദിലൂടെ പൂർണ്ണമായ സനദ് ഇട്ടുകൊണ്ട് അതാണ് നിങ്ങളുടെ തെളിവ് നിങ്ങൾ പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഇവിടെ പേശ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞപ്പോൾ മാത്രമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് ആ ഒരു സനദ്. അതിനും എന്തല്ല, ആ ഹദീസ് സഹീഹാണ് എന്നുമില്ല. ഇൻഷാ അല്ലാഹ് ജസാക്കല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക്കല്ലാഹു ബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ ഖാതിമിൻ നബിയ്യീൻ സയ്യിദിനാ വ മൗലാനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സുദീർഘമായിട്ടൊന്നും പറയുന്നില്ല. ആദ്യം അയാൾ അവലോകനത്തിൽ ആകെ കൂടി പറഞ്ഞത് 3 ആരോപണങ്ങളാണ്. ഒന്ന്, ഇബ്നു റജബുൽ ഹംബലി ആഘോഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. ദാ മേലെ ഇട്ട ഇബാറത്ത് ഞാൻ അർത്ഥം വെച്ച് തരാം, സത്യം മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കിക്കോളി. ദാ വഫി ഖൗലിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ ഖൗലിൽ ഉണ്ട്. എപ്പോഴാ ഖൗലുണ്ടായത്? ലമ്മാ സുഇല, നബിയോട് ചോദിക്കപ്പെട്ടപ്പോൾ അൻ സിയാമി യൗമിൽ ഇസ്നൈനി. എല്ലാം ശ്രദ്ധിക്കണേ. തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ കുറിച്ച് നബിയോട് ചോദിക്കപ്പെട്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞ വാക്കിലുണ്ട്. നബി തങ്ങൾ എന്താ പറഞ്ഞത്? ദാക യൗമു ഉലിത്തു ഫീഹി വ ഉൻസിലത്ത് അലയ്യ ഫീഹി നുബുവ്വ.
ഞാൻ ജനിച്ച ദിവസവും എന്റെ മേലിൽ നുബുവത്ത് ഇറക്കപ്പെട്ട ദിവസവുമാണ് എന്ന ആ വാക്കിൽ ഉണ്ട് എന്തുണ്ട്? ഇശാറത്തുൻ, സൂചനയുണ്ട്. എങ്ങോട്ട്? ഇലസ്തിഹ്ബാബി, സുന്നത്താണെന്നതിലേക്ക് സൂചനയുണ്ട്. എന്ത് സുന്നത്താണ്? സിയാമിൽ അയ്യാമി, ചില ദിവസങ്ങളിൽ നോമ്പെടുക്കൽ സുന്നത്താണെന്നുണ്ട്. അല്ലത്തി, എങ്ങനത്തെ ദിവസങ്ങളാണ്? തതജദ്ദദു ഫീഹ, ആ ദിവസങ്ങളിൽ പുതുതായിട്ട് ഇങ്ങനെ ഉണ്ടാകും. നിഅമുല്ലാഹി അലാ ഇബാദിഹി, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവന്റെ അടിമകളുടെ മേലിൽ ഉണ്ടാകുന്ന ദിവസങ്ങളിൽ നോമ്പെടുക്കൽ സുന്നത്താണ്. ഇതിലൂടെ നബിയുടെ ജന്മദിനത്തിൽ ആഘോഷിക്കണമെന്നാണോ ദുഃഖിക്കണമെന്നാണോ ഇബ്നു റജബുൽ ഹംബലി പറഞ്ഞത്? ആരും ചിന്തിക്കും. എന്നിട്ട് താഴെ വലിയ എഴുത്തെന്താ? ഫഇന്ന അഅ്ളമ നിഅമില്ലാഹി അലാ ഹാദിഹിൽ ഉമ്മ, ഈ സമൂഹത്തിന് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ വെച്ച് ഏറ്റവും വലുത് ഇൽഹാറു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹും, അവരിലേക്ക് മുത്തുനബി വെളിവാക്കിയതാണ്. ഇതിലൂടെ ബുദ്ധിയുള്ളവർ ചിന്തിക്കൂ, ഇബ്നു റജബുൽ ഹംബലി ആഘോഷിക്കാനാണോ പറഞ്ഞത്, ആഘോഷിക്കണ്ടെന്നാണോ പറഞ്ഞത്? ഇതാണ് ആ ആരോപണത്തിനുള്ള മറുപടി ഒന്ന്. പിന്നെ രണ്ടാമത്തത് ഇമാം ഷാത്തിബി റളിയല്ലാഹു അൻഹുവിൻ, അത് അപ്പോൾ തന്നെ മറുപടി കൊടുത്തു. ഇമാം ഷാത്തിബി റളിയല്ലാഹു അൻഹുവിന്റെ മതം ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ തള്ളി ഇതെന്താണ്? ഇപ്പൊ അബൂ ഹനീഫ ഇമാമിനെ നാം സ്വീകരിക്കുന്നുണ്ട്, ആ അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബിൽ നമ്മൾ സ്വീകരിക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട ഒരു ഖുനൂത്ത് ഓതുന്നുണ്ടോ? ഇത് പൊട്ടത്തരമാണ്. ഇത് വിട്ടുകളയാ, പൊട്ടന്മാരെ ഇത് ഗ്രൂപ്പിലേക്ക് വിട്ടുകളയാ. ത്വരീഖത്തിൽ അശ്അരി ത്വരീഖത്തിൽ ഒന്നായതുകൊണ്ട് മദ്ഹബ് സ്വീകരിച്ചോളണമെന്നുണ്ടോ? ഇത് പൊട്ടത്തരത്തിന് കയ്യും കാലും മുളച്ചു എന്നല്ലാതെ ഞാൻ എന്താ പറയാ? അവിടെ പി കെ മോ അത് നിങ്ങൾ അംഗീകരിച്ച് നേതാവുന്നു. ചങ്ങാതി ത്വരീഖത്തിൽ അംഗീകരിച്ചത് കൊണ്ട് ബാക്കിയുള്ളതൊക്കെ അംഗീകരിച്ചു പറയാൻ പറ്റുമോ? അതാണ് അതിനുള്ള മറുപടി. പിന്നെ അതിനുള്ള മറുപടി മുമ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ഒന്ന്, ഇമാം ബുഖാരി ഞാൻ പച്ചക്കള്ളം പറഞ്ഞു പോലും, നഊദു ബില്ലാഹ്. എന്റെ വോയിസ് കേട്ടു നോക്കി. ഈ നിഅ്മത്തിൽ ബിദ്അത്തു ഹാദിഹി എന്ന പ്രയോഗം മഹത്തുക്കളായ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. ഐ അൽ ജമാഅത്തുൽ കുബ്റാ, അൽ ജമാഅത്തുൽ കുബ്റ. കാരണം ഈ വലിയ ജമാഅത്ത് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടായിട്ടില്ല. എവിടെ വേണം ഞാൻ പറഞ്ഞുതരാം. കാരണം ഇവരിട്ട കിതാബിൽ മേലിട്ട ബുഖാരിയുടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, ഇവര് മേലെയിട്ട ഇബാറത്തെടുത്ത് നോക്കി. ആ ഹദീസ് ഒരു വിഭാഗം ആള് നബിയോട് പിന്തുടർന്നു. അവരെ പരിഭാഷ എടുത്തു നോക്കുക. സുഹൈലിട്ട പരിഭാഷ പച്ചക്കള്ള മാത്രമേ പറയുള്ളൂ. ഒരു വിഭാഗം ആൾക്കാർ തുടർന്നു. രണ്ടാമത്തെ ദിവസം വന്നപ്പോ ഇന്നലത്തെക്കാൾ കുറച്ചുകൂടെ കൂടുതലായി. അപ്പൊ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തറാവീഹ് എല്ലാരെയും കൂടെ അറിയിച്ച് ഒരു ഇമാമിന്റെ നേതൃത്വത്തിൽ എല്ലാ സ്വഹാബാക്കളും കൂടി നിസ്കരിച്ചതായിട്ട് കാണിച്ചു തരാൻ കഴിയില്ല. ഒരു വിഭാഗം തുടർന്നു. പിന്നെ രണ്ടാമത്തെ ദിവസം കുറച്ചുകൂടെ കൂടി, മൂന്നാമത്തെ ദിവസം കുറച്ചുകൂടെ കൂടി, നാലാമത് പിന്നെ ഉണ്ടായിട്ടുമില്ല. ആ ജമാഅത്ത് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഒരു ഇമാമിന്റെ കീഴിൽ കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ്. അതാണ് നിഅ്മത്തിൽ ബിദ്അത്തു ഹാദിഹി ഐ അൽ ജമാഅത്തുൽ കുബ്റാ. വലിയ ജമാഅത്ത് റസൂലുള്ളാഹിന്റെ കാലത്ത് മാത്രം, ഇത് റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ല. വലിയ ജമാഅത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലഘട്ടത്തിലാണ്. ഇതാണ് ഇവര് പറഞ്ഞ 3 ആരോപണങ്ങൾക്ക് മറുപടി. ഇനി ഞാൻ പറയട്ടെ എന്തുണ്ടായി ഇവിടുത്തെ വിഷയം. ചെയ്തിട്ടില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? ആര് പറഞ്ഞു ചെയ്തിട്ടില്ല എന്ന്? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചെയ്തിട്ടുണ്ടോ? കെടുത്തോ കന്യമത്തുൽ കുബ്റ അലൽ ആലം. 500 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട ആ ഗ്രന്ഥത്തിലും ഇന്ന് വരെ ഒരാളും ഇഅ്തിറാദ് കൊണ്ടുവന്നിട്ടില്ല. അതിൽ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞ വാക്കുണ്ടോ? ഉമർ തങ്ങൾ പറഞ്ഞ വാക്കുണ്ടോ? ഉസ്മാൻ തങ്ങൾ പറഞ്ഞ വാക്കുണ്ട്. അലിയാർ തങ്ങൾ പറഞ്ഞ വാക്കുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് 2-3 വിഷയങ്ങൾ ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വഹാബികൾ ഒരിക്കലും സത്യപ്രസ്ഥാനത്തിലേക്ക് വരില്ല. അവരൊക്കെ മുനാഫിഖീങ്ങളുടെ സ്വഭാവമുള്ളവരാണ്. അതുകൊണ്ട് 2-3 വിഷയങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ ചോദ്യം തന്നെ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ബൈഹഖിയിലെ സ്വഹീഹായ ഹദീസ്, അത് സ്വഹീഹാണെന്ന് ഫത്ഹുൽ ബാരി പറഞ്ഞിട്ടുണ്ട്. അതുപോലെയുള്ള തുഹ്ഫത്തുൽ അഹ്വദി പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ സ്വഹീഹായ ഹദീസ് കൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു, ജാഥ സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞു, ചീരന് കൊടുക്കണമെന്ന് പറഞ്ഞു, സന്തോഷിക്കണമെന്ന് പറഞ്ഞു. ഇന്ന് വരെ മൗലവിമാര് മറുപടി
പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ബുഖാരിയിലെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ സന്തോഷിക്കണമെന്ന് പറഞ്ഞു, അതെ ആഘോഷിക്കണമെന്ന് പറഞ്ഞു, സ്വതക്ക കൊടുക്കണമെന്ന് പറഞ്ഞു, ഇജ്തിമാ ചെയ്യണമെന്ന് പറഞ്ഞു. ഇന്ന് വരെ നിഷേധിച്ചിട്ടില്ല. ഇബ്നുൽ ഹജർ റളിയല്ലാഹു അൻഹു സന്തോഷിക്കണമെന്ന് പറഞ്ഞു നിഷേധിച്ചിട്ടില്ല. ഇബ്നു റജബുൽ ഹംബലിയുടെ പിന്നെ കള്ളം പറഞ്ഞു എന്ന് പറയുകയാണ്. ഞാൻ ഒന്നാമത് വിശദീകരിച്ചു തന്നിട്ടുണ്ടോ? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും പവറായ അനുഗ്രഹം മുത്തുനബിയാണ്. ആ മുത്തുനബി ജനിച്ചു വീണ ദിവസങ്ങൾ പുതുതായി വരുന്ന ദിവസങ്ങളിലും എല്ലാ കൊല്ലവും നോമ്പെടുക്കണം. അതാണ് മാലിക്കി മദ്ഹബിന്റെ അഭിപ്രായം കേട്ടോ എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു വ്യക്തമായി കൊണ്ട് രേഖപ്പെടുത്തിയത് കാണിച്ചിട്ട് പോലും മൗലവിമാർ ഞാൻ കള്ളം പറഞ്ഞു എന്നാ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതുവരെയുള്ള ചർച്ച കേട്ടവർ സുയൂത്തി ഇമാമിനെ തൊട്ടിട്ടുണ്ടോ? അസ്ഖലാനിയെ തൊട്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ ഇബ്നുൽ ഹാജിനെ തൊട്ടിട്ടുണ്ടോ? പിന്നെ ചോദിക്കുകയാണ്, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചെയ്യാത്തതെന്താ? ഉമർ തങ്ങൾ ചെയ്യാത്തതെന്താ? നിങ്ങൾ മൂലയിൽ നിന്ന് ചെയ്തിട്ടില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? ഇവിടെ സമയം 2:15 ഇൻഷാ അല്ലാഹ് ചർച്ചകളിലേക്ക് ഓക്കെ. എന്താണെന്ന് ചോദിച്ചാൽ, സൂറത്ത് യൂനുസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ റസൂലുള്ളാഹിനെ കൊണ്ട് സന്തോഷിക്കണമെന്ന് പറഞ്ഞു. എങ്ങനെയെന്ന് പറഞ്ഞിട്ടില്ല, എപ്പോഴെന്ന് പറഞ്ഞിട്ടില്ല. സുന്നികളെ വിശ്വാസമാ പറയുന്നത്. ഫൽയഫ്റഹു, മുഅ്മിനീങ്ങൾ സന്തോഷിച്ചു കൊള്ളട്ടെ. അത് എങ്ങനെ, എപ്പോ, എവിടെയെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ സ്വഹീഹായ ഹദീസിൽ തിങ്കളാഴ്ചത്തെ നോമ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നബി തങ്ങൾ കൊടുത്ത മറുപടി ഫീഹി ഉലിത്തു, ഞാൻ ജനിച്ച ദിവസമെന്നാണ്. അവിടെ കൽപ്പിച്ചത് നോമ്പാണ്, അവിടെ വേറെ ഒന്നും കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഹിജ്റ 300 ശേഷം അതിഗംഭീരമായി നടത്തുന്നു. എന്താണ് നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ, ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, ഏതാ ഹദീസ്? നബിയുടെ ജന്മദിനത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നബി തങ്ങൾ അതെ തിങ്കളാഴ്ച ദിവസത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ജനിച്ച ദിവസമാണെന്നും നിങ്ങൾ നോമ്പെടുക്കണമെന്നും പറഞ്ഞപ്പോ, അപ്പൊ റസൂലുള്ള നോമ്പെടുക്കാൻ വേണ്ടി കൽപ്പിച്ചല്ലോ. അപ്പൊ അതുപോലെ സ്വതക്ക കൊടുക്കുന്നതിന് കുഴപ്പമില്ല, സംഘടിക്കുന്നതിന് കുഴപ്പമില്ല, അതുപോലുള്ള ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്ന ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നതാണ്. അതാണ് തഴവ ഉസ്താദ് പാടിയത്. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. ഏത് മൗലിദ് കഴിക്കൽ ആഡംബരമായി കൊണ്ട് ആടും പോത്തുകളും ഒട്ടകങ്ങളും ഹൽവകളൊക്കെ വിളമ്പിക്കൊണ്ട് ആഡംബരമായി നടത്തുന്ന മൗലിദ് കഴിക്കൽ റസൂലുള്ളാഹിന്റെ കാലത്തില്ല. പക്ഷേ ചെറിയ രൂപത്തിലുള്ള മൗലിദ് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ട്. ആ മൗലിദിലേക്ക് ചേർത്തി നോക്കിക്കൊണ്ടാണ് പിൽക്കാലത്തുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാരും മൗലിദ് വികസിപ്പിച്ചിട്ടുള്ളത്. അത് സുന്നത്താണെന്ന് ഇബ്നു ഹജർ ഹൈതമി പറഞ്ഞിട്ടുണ്ടോ, ഇമാം സുബിക്ക് പറഞ്ഞിട്ടുണ്ടോ, സുയൂത്തി പറഞ്ഞിട്ടുണ്ടോ, ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞിട്ടുണ്ടോ, അതുപോലെ തന്നെ ഇബ്നുൽ ഹാജിർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടോ, അതുപോലെ മിക്ക പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഷർവാനി പറഞ്ഞിട്ടുണ്ടോ, ഇബ്നു ഖാസിം പറഞ്ഞിട്ടുണ്ടോ, ജുനൈദുൽ ബഗ്ദാദി പറഞ്ഞിട്ടുണ്ടോ, സരിയുസ് സിഖ്തി പറഞ്ഞിട്ടുണ്ടോ, അബൂ ശാമ പറഞ്ഞിട്ടുണ്ടോ, ഇമാം നവവി പറഞ്ഞിട്ടുണ്ടോ. ഇവരെല്ലാവരും പറഞ്ഞത് ഈ മൗലിദ് കഴിക്കൽ സുന്നത്തെന്നാണ്. ഇവരൊക്കെ നിങ്ങളെ വാദപ്രകാരം ഹറാം ചെയ്തവരാണോ മൗലവിമാരെ? അവസാനമായി കൊണ്ട് 2 വരി മാത്രം പാടിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. മുജാഹിദിന്റെ വാദപ്രകാരം മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാണെന്ന് പറഞ്ഞിട്ട് തഴവ ഉസ്താദിന്റെ പാട്ട് പാടുമ്പോ അവരുടെ ഓർമ്മക്ക് വേണ്ടി 2 പാട്ട് ഞാൻ പാടിക്കൊടുക്കുകയാണ്. വഹാബി കൂട്ടം മുമ്പ് പതിവില്ലാത്തതാ, വന്നിട്ട് 100 കൊല്ലവും ആകാത്തതാ. സാൽവേഷൻ വിസ്ഡം മുമ്പ് പതിവില്ലാത്തതാ, വന്നിട്ട് മാസം പോലുമേ തികയാത്തതാ.
ജിന്നൂരി മതവും മുമ്പ് പതിവില്ലാത്തതാ, എട്ടായി പൊട്ടിയപ്പം അതും ഉണ്ടായതാ. ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ്, ഈ പ്രസ്ഥാനക്കാർ അൽഹംദുലില്ലാഹ് ഈ വോയിസ് തുടക്കം മുതൽ അവസാനം വരെ ഒരു മാറ്റിത്തിരുത്തലുമില്ലാതെ യൂട്യൂബിൽ വരണം, ഒക്കത്തിൽ വരണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് പോലെ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തി, ബാത്തില് പോലെ മനസ്സിലാക്കി അത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മരിക്കുന്നതുവരെ റസൂലുള്ളാഹിനോട് മഹബത്ത് വെച്ചുകൊണ്ട് അവസാനം റബീഉൽ അവ്വലിലാണ് മരിക്കുന്നതെങ്കിൽ ആ മരിക്കുന്ന കൊല്ലത്തിന് റബീഉൽ അവ്വൽ വരെ റസൂലുള്ളാഹിന്റെ പേരിൽ മൗലിദ് പാരായണം ചെയ്തുകൊണ്ട് അത് ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മരിക്കുവാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.